ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് നോക്കുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്ട്രെസ് സ്ട്രെയിൻ, അതുപോലെ തന്നെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ, അപ്പോൾ ഹൂക്സ് ലോ, ഇലാസ്റ്റിക് മോഡുലസ്, ദെൻ ഫാക്ടർ ഓഫ് സേഫ്റ്റി, പിന്നെ ബാസിൻ്റെ വേരിയിങ് ക്രോസ് സെക്ഷൻ, അതുപോലെ തന്നെ യൂണിഫോം ടാപ്പറിങ്, സർക്കുലർ റോഡ്, ദെൻ റെക്ടാങ്കുലർ സെക്ഷൻ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബാർ, പിന്നെ തെർമൽ സ്ട്രെസ്, പിന്നെ സ്ട്രെസ് ഡ്യൂ ടു വെയിറ്റ്. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കാം. When an external force acts on a body, the body tends to undergo some deformation. Due to cohesion between the molecules, the body resists the deformation. This resistance by which the material of body opposes the deformation is known as strength of material. അപ്പോൾ നമ്മളൊരു ബോഡി, ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോഡീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇലാസ്റ്റിക് ബോഡീസ് ഉണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോഡിയിൽ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ബോഡി ഡിഫോം ചെയ്യും. സോ ഇപ്പോൾ കൊഹീഷൻ ഫോഴ്സ് കാരണം ഈ ഒരു ഡിഫോമേഷൻ ആ ബോഡി റെസിസ്റ്റ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത്, അതിലിപ്പോൾ ഇങ്ങനെ ഈ ഒരു ഡിഫോമേഷൻ, ഒരു ബോഡിക്ക് കോസ് ചെയ്യുന്ന ഡിഫോമേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസ് നമ്മൾ പറയുന്നത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. സോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് ഓർ ദി സർട്ടൻ ലിമിറ്റ്, ദ റെസിസ്റ്റൻസ് ഓഫർഡ് ബൈ ദ മെറ്റീരിയൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫോമേഷൻ ബ്രോട്ട് ഔട്ട് ഓൺ ദ മെറ്റീരിയൽ ബൈ ദി എക്സ്റ്റേണൽ ഫോഴ്സ്. സോ ഇപ്പോൾ ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് വരെ ഈ ഒരു ബോഡിയുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഡിഫോമേഷൻ പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് സ്ട്രെയിൻ പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും സ്ട്രെസ് നമുക്ക് അറിയുന്നതാണ്. ഓൾസോ വിസ് ഇൻ ദിസ് ലിമിറ്റ് ദ റെസിസ്റ്റൻസ് ഈക്വൽ ടു ദ എക്സ്റ്റേണൽ ഫോഴ്സ്. അപ്പോൾ എന്താണ് ഈ ഒരു ലിമിറ്റ്, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. But beyond this limit, the resistance offered by the material is less than applied load. In such a case, the deformation continues until the failure takes place. So ഇപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ലിമിറ്റിന് ശേഷം എങ്ങനെയായിരിക്കും, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്ലൈഡ് ലോഡിനേക്കാളും ലെസർ ആയിരിക്കും. സോ ഇപ്പോൾ എന്തായിരിക്കും, ഒരു ബോഡി ഫെയിൽ ചെയ്യുന്നത് വരെ ഡിഫോം ചെയ്യും. സോ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. അപ്പോൾ എന്താണ്, നമ്മളൊരു ബോഡിക്ക് ഒരു ലോഡ് അപ്ലൈ ചെയ്ത്, എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അപ്പോൾ ഒരു ബോഡി ഡ്യൂ ടു ഇറ്റ്സ് കോഹസീവ് ഫോഴ്സ് എന്ത് ചെയ്യും, അതായത് മോളിക്യൂൾസിന് ബിറ്റ്വീനുള്ള അല്ലെങ്കിൽ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും, ഈ ഒരു ബോഡി റെസിസ്റ്റ് ചെയ്യും ഈ ഒരു ബോഡിക്ക് കോസ് ചെയ്യുന്ന ഡിഫോമേഷനെ. ഓക്കെ, ഇപ്പോൾ എന്താണ് ഇലാസ്റ്റിക് ലിമിറ്റിനകത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു ഡിഫോമേഷന് പ്രപ്പോർഷണലായിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ബിയോണ്ട് ദിസ് ലിമിറ്റ്, ഈ ഒരു ലിമിറ്റിന് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദി അപ്ലൈഡ് ലോഡ് ആയിരിക്കും. സോ ഇപ്പോൾ എന്ത് ചെയ്യുക, ഒരു ബോഡി ഫെയിൽ ആവുന്നത് വരെ ഡിഫോം ചെയ്യും. സോ ഇനി നമുക്ക് സ്ട്രെസ് എന്താ നോക്കാം. വിത്തിൻ ഇലാസ്റ്റിക് സ്റ്റേജ്, ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഈക്വൽ ടു ദ അപ്ലൈഡ് ലോഡ്. ദിസ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് സ്ട്രെസ് ആർ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ്. ഓക്കെ, നമ്മളിവിടെ സ്ട്രെസ് അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് സ്ട്രെസ് എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് എന്തായിരിക്കും, അപ്ലൈഡ് ലോഡിന് ഈക്വൽ ആയിരിക്കും എന്ത്, റെസിസ്റ്റൻസ് ഫോഴ്സ്. നമ്മൾ ഡിഫോമേഷന് പ്രൊപ്പോർഷനിലാണ് ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ പറഞ്ഞത്, അപ്ലൈഡ് ഫോഴ്സിന് ഈക്വലാണ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ ആണെന്ന് പറയുന്നത് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സ്ട്രെസ്സിൻ്റെ ഡെഫിനേഷൻ നോക്കാം. ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ബൈ യൂണിറ്റ് ഏരിയ ഓഫർഡ് ബൈ എ ബോഡി അഗൈൻസ്റ്റ് ഡിഫോമേഷൻ ഈസ് നോൺ ആസ് സ്ട്രെസ്. സോ ഇപ്പോൾ ഒരു ബോഡിയുടെ റെസിസ്റ്റൻസ് ഫോഴ്സ് ബൈ യൂണിറ്റ് ഏരിയ അഗൈൻസ്റ്റ് ഇറ്റ്സ് ഡിഫോമേഷൻ എന്ന് പറയുന്നത് എന്ത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ദ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് കോൾഡ് ലോഡ് ഓർ ഫോഴ്സ്. ദ ലോഡ് ഈസ് അപ്ലൈഡ് ഓൺ ദ ബോഡി വൈൽ ദ സ്ട്രെസ് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മെറ്റീരിയൽ ഓഫ് ദ ബോഡി. A loaded member remains in equilibrium when the resistance force offered by the member against the deformation and the applied load are equal. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോഡിയിൽ ലോഡ് കൊടുത്തു എന്ന് വിചാരിക്കും, എന്ത് ചെയ്യും, ഒരു ബോഡിക്കകത്ത് ഒരു റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ബോഡിനകത്ത് സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. സോ ഇപ്പോൾ എ ലോഡഡ് മെമ്പർ റിമൈൻസ് ഇൻ ഇക്വിലിബ്രിയം. ഇപ്പോൾ ഈ ഒരു ലോഡഡ് മെമ്പർ എന്ത് ചെയ്യണം, ഇക്വിലിബ്രിയത്തിൽ റിമൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെസിസ്റ്റൻസ്, ആ ഒരു ബോഡി അല്ലെങ്കിൽ ഒരു മെമ്പർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അഗൈൻസ്റ്റ് ദ ഡിഫോമേഷൻ ഈക്വൽ ടു ദി അപ്ലൈഡ് ലോഡ്. അപ്പോൾ ആ ഒരു അപ്ലൈഡ് ലോഡിന് ഈക്വൽ ആയിരിക്കണം എന്ത്, ഈ ഒരു ബോഡി ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ നോക്കാം. സോ നമുക്ക് അറിയുന്നതാണ്, സ്ട്രെസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും, റെസിസ്റ്റൻസ് ലോഡ് ബൈ ഏരിയ ആണ്, അല്ലെങ്കിൽ ലോഡ് ബൈ ഏരിയ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. ഓക്കെ, ഫോഴ്സ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയ. അതിന് യൂണിറ്റ് വരുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ഇപ്പോൾ ഏരിയയുടെ യൂണിറ്റ് നമുക്ക് MM എടുക്കാം അല്ലെങ്കിൽ മീറ്ററിലെടുക്കാം. സോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ MM സ്ക്വയർ. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനകത്ത് ത്രൂ ഔട്ട് MM സ്ക്വയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇത് SI യൂണിറ്റ് ആണ്. സോ ഇപ്പോൾ MK സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഫോഴ്സിനെ നമുക്ക് KGF എന്ന് പറയാം, ഏരിയന് മീറ്റർ സ്ക്വയറിൽ എടുക്കാം. സോ അപ്പോൾ സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് KGF per മീറ്റർ സ്ക്വയർ എന്ന് വരും. സോ അപ്പോൾ നമ്മൾ ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത്, എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരു ബോഡി ഡ്യൂ ടു ഇറ്റ്സ് കോഹസീവ് ഫോഴ്സ് എന്ത് ചെയ്യും, ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. സോ ഇപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് പെർ ക്രോസ് സെക്ഷണൽ ഏരിയയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, ഇപ്പോൾ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് നമ്മൾ പറഞ്ഞു ഡിഫോമേഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ലോഡ്. അപ്പോൾ ഈ ഒരു അപ്ലൈഡ് ലോഡ് അല്ലെങ്കിൽ ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന്
പ്രപ്പോർഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത് അതിനകത്ത് വരുന്ന ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. സോ വെൻ ദ ബോഡി ഈസ് സബ്ജക്ട് ടു സം എക്സ്റ്റേണൽ ഫോഴ്സ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഓഫ് ദ ബോഡി. ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഓഫ് ഡയമെൻഷൻ ഓഫ് ദ ബോഡി ടു ദ ഒറിജിനൽ ഡയമെൻഷൻ ഈസ് നോൺ ആസ് സ്ട്രെയിൻ. സോ ഇപ്പോൾ നമ്മളൊരു ബോഡിയിൽ എന്ത് ചെയ്തു, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ ആ ഒരു ബോഡിയുടെ ഡയമെൻഷൻ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. സോ ഇപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ ഡയമെൻഷൻ, അപ്പോൾ ആ ഒരു ബോഡിയുടെ ഡയമെൻഷനിൽ വരുന്ന ചേഞ്ചും അതിൻ്റെ ഒറിജിനൽ ഡയമെൻഷൻ തമ്മിലുള്ള റേഷ്യോ ആണെന്ന് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ സ്ട്രെയിൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രെയിൻ വരുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെയിൻ വരുന്നുണ്ട്, കംപ്രസീവ് സ്ട്രെയിൻ വരുന്നുണ്ട്, വോളിമെട്രിക് സ്ട്രെയിൻ വരുന്നുണ്ട്, ഷിയർ സ്ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ if there is increase in length of the body due to external force, the ratio of increase of length to the original length of the body is known as a tensile strain. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോഡീനെ പുള്ളി ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ അതിനകത്ത് റെസിസ്റ്റ് ഉണ്ടാകുന്ന, അപ്പോൾ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് വരുന്നത്, റെസിസ്റ്റൻസ് വരുന്നത്. സോ ഇപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഇൻഡ്യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന് പ്രപ്പോർഷനിലായിരിക്കും വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ബോഡി ഡിഫോം ചെയ്യുക, അതായത് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എക്സിയലിൽ ലോഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആക്സിയൽ ഡിഫോർമേഷൻ സംഭവിക്കും. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് സൈഡിലേക്ക് വലിച്ചെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് തന്നെ എന്ത് ചെയ്തു, ഒരു ബോഡിനെ വലിച്ചെന്ന് വിചാരിക്കും. സോ ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കും. സോ ഇപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ആണെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സിമ്പിളാണ്, അറിയുന്ന കാര്യങ്ങളായിരിക്കും. സോ ഇപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ലെങ്ത് ആയതുകൊണ്ട് എന്തായിരിക്കും, ഇതിനെ യൂണിറ്റ് ഇല്ല. ദെൻ ഇനി കംപ്രഷൻ. സോ ഇപ്പോൾ കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, നമ്മൾ ആ ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഡിക്രീസ് ചെയ്യും. സോ ഇപ്പോൾ ആ ഒരു ഡിക്രീസ് എന്ന് പറയുമ്പോൾ, സോ ദ റേഷ്യോ ഓഫ് ദി ഡിക്രീസ് ഓഫ് ദ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ഓഫ് ദ ബോഡി ഈസ് നോൺ ആസ് കംപ്രസീവ് സ്ട്രെയിൻ. അതേപോലെ തന്നെ എന്താണ്, നമ്മളൊരു ബോഡിയിൽ വോളിയം ചേഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. സോ ഇപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ വോളിയം ബൈ ദി ഒറിജിനൽ വോളിയം ആണ് വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദെൻ ഇനി ഷിയർ നോക്കാം, ഷിയർ സ്ട്രെയിൻ. സോ ഇപ്പോൾ സ്ട്രെയിൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഷിയർ സ്ട്രെസ് ഇസ് നോൺ ആസ് ഷിയർ സ്ട്രെയിൻ. സോ ഇപ്പോൾ ഷിയർ സ്ട്രെയിൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനാണെന്ത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതെല്ലാം എന്താണ്, ഡയമെൻഷൻലെസ് ആണ്, അല്ലെങ്കിൽ യൂണിറ്റില്ല എന്ന് പറയാം. സോ ഇപ്പോൾ ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് നോക്കാം. ദ സ്ട്രെസ് മേ ബി നോർമൽ സ്ട്രെസ് ഓർ ഷിയർ സ്ട്രെസ്. സോ ഇപ്പോൾ ഫസ്റ്റിന് വരുന്നത് രണ്ട് ക്ലാസിഫിക്കേഷനാണ്, നോർമൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് സ്ട്രെസ്സസ് നോക്കാം. സ്ട്രെസ് മേ ബി നോർമൽ സ്ട്രെസ് ഓർ ഷിയർ സ്ട്രെസ്. അപ്പോൾ എന്താണ്, സ്ട്രെസ്സിൻ്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, നോർമൽ സ്ട്രെസ് ഓർ ഷിയർ സ്ട്രെസ്. സോ ഇപ്പോൾ നോർമൽ സ്ട്രെസ് എന്താ നോക്കാം. നോർമൽ സ്ട്രെസ് ഈസ് സ്ട്രെസ് വിച്ച് ആക്ട്സ് ഇൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. It is represented by the sigma. The normal stress is further divided into tensile stress or compressive stress. So ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോഡി എടുത്തു, വിച്ച് ആക്ട്സ് ഇൻ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഒരു സർഫസ് ഏരിയയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു ഏരിയക്ക്, സോ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള സ്ട്രെസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിഗ്മ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. ദ നോർമൽ സ്ട്രെസ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു ടെൻസൈൽ സ്ട്രെസ് ആൻഡ് കംപ്രസീവ് സ്ട്രെസ്. സോ ഇപ്പോൾ ആ ഒരു ബോഡിയിലെ സർഫസ് ഏരിയക്ക് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുന്ന സ്ട്രെസ്സിനെ നമുക്ക് നോർമൽ സ്ട്രെസ് എന്ന് പറയാം. അതിനെ തന്നെ നമുക്ക് എന്താണ്, ടെൻസൈൽ സ്ട്രെസ്, അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയും. സോ ഇപ്പോൾ ടെൻസൈൽ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ദി സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ സബ്ജക്റ്റ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പുൾ. സോ ഇപ്പോൾ ഒരു ബോഡിനെ എന്ത് ചെയ്യുക, രണ്ട് സൈഡിൽ നിന്ന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പുള്ള് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സാണ് ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ആസ് എ റിസൾട്ട് വിച്ച് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഇസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെസ്. ദ റേഷ്യോ ഓഫ് ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത് ഇസ് നോൺ ആസ് ടെൻസൈൽ സ്ട്രെയിൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ടെൻസൈൽ സ്ട്രെയിൻ എന്താണെന്ന്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോഡിനെ രണ്ട് സൈഡിൽ നിന്ന് പുള്ളി ചെയ്തെന്ന് വിചാരിക്കും. സോ ഇപ്പോൾ ആ ഒരു ബോഡിക്കകത്ത് എന്ത് സംഭവിക്കും, ഡിഫോർമേഷൻ സംഭവിക്കും, അതായത് അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും. സോ ഇപ്പോൾ ഈ ഒരു ചേഞ്ച് ഇൻ ലെങ്ത്, അതായത് ഇൻക്രീസ് ഇൻ ലെങ്ത് ബൈ ദ ഒറിജിനൽ ലെങ്ത് ആണെന്ന് പറയുന്നത് ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഇനി കംപ്രഷൻ നോക്കാം, കംപ്രസീവ് സ്ട്രെസ് എന്താണെന്ന് നോക്കാം. The stress induced in a body when subjected to two equal and opposite pushes. As a result, which there is a decrease in length of the body is known as compressive stress. As a ratio of the decrease in length to the original length is known as compressive strain. The compressive stress act normal to the area it pushes to the area. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും, പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ഏരിയയാണ് എന്ത് ചെയ്യുന്നത്, കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെ ആയിരിക്കും, രണ്ട് സൈഡിൽ നിന്ന്, അതായത് ഒരു ബോഡിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ പുഷ് കൊടുക്കുക. സോ ഇപ്പോൾ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്, കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു ബോഡിയുടെ ലെങ്ത് ഡിക്രീസ് ചെയ്യും. സോ ഇത് റേഷ്യോ ഓഫ് ദി ഡിക്രീസ് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്, അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് ഡയമെൻഷൻ ബൈ ദി ഒറിജിനൽ ഡയമെൻഷൻ ആണ് ഇത് കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, ഓർ ഡിക്രീസ് ഇൻ ദ ഡയമെൻഷൻ. ഓക്കെ, ദ കംപ്രസീവ് സ്ട്രെസ് ആക്ട് നോർമൽ ടു ദി ഏരിയ. പിന്നെ നമുക്ക് ഷിയർ സ്ട്രെസ് എന്താണെന്ന് നോക്കാം. ദ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി വെൻ റിച്ച് സബ്ജക്റ്റഡ് ടു ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വിച്ച് ആക്ടിങ് ടാൻജൻഷ്യലി അക്രോസ് ദി റെസിസ്റ്റിംഗ് ആക്ഷൻ. സോ ഇപ്പോൾ ഷിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, വെൻ സബ്ജക്റ്റഡ് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വിച്ച് ആർ ആക്ടിങ് ടാൻജൻഷ്യലി അക്രോസ് ദി റെസിസ്റ്റിംഗ് സെക്ഷൻ. എന്താണ് ഈ റെസിസ്റ്റിംഗ് സെക്ഷന് ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ എന്ത് ചെയ്യാറുണ്ട്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ് കാരണം ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സാണ് എന്ത്, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ
ദ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഈസ് നോൺ ആസ് ഷിയർ സ്ട്രെയിൻ. സോ ഇപ്പോൾ ഒരു ഷിയർ സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനാണ് എന്ത് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ ഇപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ പോയി, അതായത് ആക്സിലാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ചേഞ്ച് ഇൻ ലെങ്ത്, ഇൻക്രീസ് ഇൻ ലെങ്ത് ഡിക്രീസ് ഇൻ ലെങ്ത് ആയിരുന്നു ടെൻസൈൽ ഓർ കംപ്രസീവ് ഫോഴ്സിനകത്ത് വരുന്നത് സ്ട്രെയിൻ. ഇവിടെ നോക്കുമ്പോൾ എന്താണ് ട്രാൻസ്വേഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക ലെങ്ത് ആണ് വരുന്നത്. സോ ഇപ്പോൾ ഫൈ ആണ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ഷിയർ സ്ട്രെസ്സിനെ. സോ അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് സ്ട്രെസ് നോക്കി, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. നോർമൽ ഉണ്ട്, ടൈപ്പ് ഓഫ് സ്ട്രെസ് വരുമ്പോൾ നോർമൽ സ്ട്രെസ് ഉണ്ട്, ഷിയർ സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു നോർമൽ സ്ട്രെസ് തന്നെ രണ്ട് തരം ഉണ്ട്, ടെൻസൈൽ ആൻഡ് കംപ്രസീവ്. ദെൻ ഷിയർ സ്ട്രെസ് ആണ് എന്ത് ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് എന്താ ഇലാസ്റ്റിക് ലിമിറ്റ് നോക്കാം. When an external force acts on a body, the body tends to undergo some deformation. If the external force is removed, the body come back to its original shape and size, means the deformation disappears completely. This body is known as elastic body. So ഇപ്പോൾ ഞാൻ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഓഫ് ബോഡി ഉണ്ട്, ഇലാസ്റ്റിക് ബോഡി ആൻഡ് പ്ലാസ്റ്റിക് ബോഡി. സോ ഇപ്പോൾ ഒരു ബോഡിയിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കും. സോ ഇപ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ഡ്യൂ ടു ഇറ്റ്സ് കവേഴ്സീവ് ഫോഴ്സ് ഓർ ദി റെസിസ്റ്റൻസ് ഫോഴ്സ് ദർ ഇൻഡ്യൂസ് എ റെസിസ്റ്റീവ് ഫോഴ്സ് ആൻഡ് സ്ട്രെസ്, ദാറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ഫോഴ്സ് ബൈ ഏരിയ. സോ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് the resistance force is proportional to the deformation. So ഇപ്പോൾ എന്താണ് ഡിഫോർമേഷന്. So in a body, when we are applying an external force, it will undergo some deformation, and if we remove the external force, then the body regain its original dimension, then the body is called as elastic body. So ഇപ്പോൾ എന്താണ് after the removal of the load, അപ്പോൾ ഒരു ബോഡി എന്ത് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് ഇലാസ്റ്റിക് ബോഡി എന്ന് പറയാം. ദിസ് പ്രോപ്പർട്ടി ബൈ വെർച്യൂ വിത്ത് certain material return back to the original position after the removal of external force is called elasticity. So ഇപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ബോഡീനെ ഇലാസ്റ്റിക് ബോഡി എന്ന് പറയും. ദെൻ ഈ ഒരു ഒറിജിനൽ പൊസിഷൻ റീഗെയിൻ ചെയ്യുന്ന ബോഡീനെ നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെ നമ്മളെന്ത് പറയുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. Then the body will regain its previous shape and size only when the deformation caused by the external force is within the certain limit. So thus there is a limiting value of force up to which the deformation completely disappear on the removal of the force. The value stress corresponding to this limiting force is known as elastic limit. So if the external force is so large then stress exceeds the elastic limit, the material loses some extent its property of elasticity. If now the force is removed, the material will not return to its original shape and size. There will be a residual deformation in the material. So ഇപ്പോൾ അടുത്ത residual deformation. അപ്പോൾ എന്താണ് സം എക്സ്റ്റെൻറ്റ്, ഒരു എക്സ്റ്റെൻറ്റിന് അപ്പുറം എന്ത് ചെയ്ത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക് ലിമിറ്റിന് അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു ഫോഴ്സ് അപ്ലൈ ചെയ്ത് വിചാരിക്കുക. ദെൻ എന്താണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടാവും. സോ അത് കാരണം എന്ത് സംഭവിക്കും, അത്രയും തന്നെ ഡിഫോർമേഷൻ ഒരു ബോഡിയിലുണ്ടാവും. സോ ഇപ്പോൾ ഇലാസ്റ്റിക് ലിമിറ്റ് അപ്പുറത്താണ് എന്ത് ഈ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക, ആ ഒരു ബോഡിക്ക് ഈ ഒരു ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അതുപോലെ സൈസ് അല്ലെങ്കിൽ ഒറിജിനൽ ഡയമെൻഷൻ റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പോൾ ആ ഒരു ബോഡിയിൽ റിമെയിൻ ചെയ്യുന്ന ഡിഫോർമേഷൻ നമ്മൾ വിളിക്കുന്നവരാണ് എന്ത് റെസിഡ്യൂവൽ ഡിഫോർമേഷൻ. നമുക്ക് ഹൂക്സ് ലോ അതുപോലെ തന്നെ ഇലാസ്റ്റിക് മോഡലിൽ നോക്കാം. Hooke's law states that when a material is loaded within elastic limit, the stress is proportional to strain produced by the stress. This means the ratio of the stress to the corresponding strain is constant within the elastic limit. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതിനെ ഒരു ലോ ആയിട്ട് പറയുന്നു. ഹുക്സ് ലോ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, when a material is loaded within elastic limit, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിനകത്ത് എന്ത് ചെയ്തു നമ്മളൊരു ബോഡീനെ ലോഡ് ചെയ്തു വിചാരിക്കും. The stress proportional to the strain produced by the stress. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡിഫോർമേഷൻ. സോ ഇപ്പോൾ ഡിഫോർമേഷൻ ആണ് എന്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫോർമേഷൻ ആണ് എന്ത് പറയുന്നത് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ലോയോ തന്നെ പറയുന്നത് സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്ട്രെസ് കാരണമുള്ള സ്ട്രെയിൻ. ദിസ് മീൻസ് റേഷ്യോ ഓഫ് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ് വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ്. സോ ഇപ്പോൾ എന്തായിരിക്കും നമ്മൾ ഈ ഒരു സ്ട്രെസ്സിന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എന്താണ് നമുക്ക് അവരുടെ റേഷ്യോ എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണ് എടുക്കാം. സോ ഇപ്പോൾ ഈ ഒരു കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്നവരാണ് എന്ത് ഇലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് റിജിഡിറ്റി, അല്ലെങ്കിൽ ഇലാസ്റ്റിക് മോഡൽ എന്നൊക്കെ പറയാം. സോ ഇപ്പോൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നോക്കാം, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് നോക്കാം ഫസ്റ്റ്. സോ ഇപ്പോൾ ഇത് യങ്സ് മോഡുലസ് ഒക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചു വരുന്നതാണ്. ദ റേഷ്യോ ഓഫ് ദ ടെൻസൈൽ സ്ട്രെസ് ഓർ കംപ്രസീവ് സ്ട്രെസ് ടു ദ കറസ്പോണ്ടിങ് സ്ട്രെയിൻ ഈസ് കോൺസ്റ്റൻറ്റ്. ദീസ് റേഷ്യോസ് നോൺ ആസ് യങ്സ് മോഡുലസ്. സോ ഇപ്പോൾ ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെസ് ടു കറസ്പോണ്ടിങ് സ്ട്രെയിൻ അതിനാണ് എന്ത് ഇലാസ്റ്റിക് മോഡുലസ് അല്ലെങ്കിൽ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. സോ യങ്സ് മോഡുലസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഇ കൊണ്ടാണ്. സോ ഈസിക്കൽ ടു സിഗ്മ ബൈ ആപ്സിലോൺ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ ഈ സ്മോൾ ലെറ്റർ ഇ ആണ് സ്ട്രെയിൻ കൊടുത്തിട്ടുള്ളത്. സോ അപ്പോൾ സിഗ്മ ബൈ ഇ ആണ് എന്ത് ഇ എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ. ദെൻ റിജിഡിറ്റി മോഡുലസ് നോക്കാം, അല്ലെങ്കിൽ ഷിയർ മോഡുലസ് നോക്കാം. ദ റേഷ്യോ ഓഫ് ദ ഷിയർ സ്ട്രെസ് ടു ദി കറസ്പോണ്ടിങ് ഷിയർ സ്ട്രെയിൻ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് ഈസ് നോൺ ആസ് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഓർ ഷിയർ മോഡുലസ്. സോ ഷിയർ സ്ട്രെസ് ബൈ ഷിയർ സ്ട്രെയിൻ ആണ് എന്ത് മോഡുലസ് ഓഫ് റിജിഡിറ്റി. സോ ഇപ്പോൾ ഇതിൽ എൻ ജി അതുപോലെ തന്നെ സി 3 ലെറ്റർ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോയ് ആണ് ഷിയർ സ്ട്രെസ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ഷിയർ സ്ട്രെയിൻ ഫൈ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താ നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ദി അൾട്ടിമേറ്റ്
ടെൻസൈൽ സ്ട്രെസ് ടു വർക്കിംഗ് ഓർ പെർമിസിബിൾ സ്ട്രെസ്സോ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അൾട്ടിമേറ്റ് സ്ട്രെസ് ടു പെർമിസിബിൾ സ്ട്രെസ് അതിൻ്റെ റേഷ്യോ ആണ്, അല്ലെങ്കിൽ വർക്കിംഗ് സ്ട്രെസ്. എന്ത് ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് FOS എന്ന് വിളിക്കാം. നമുക്ക് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ നോക്കാം. സോ ഇപ്പോൾ ഫോർ എ വൺ ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം ദ റിലേഷൻ ബിറ്റ്വീൻ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫോർ യൂണിഡയറക്ഷണൽ സ്ട്രെസ് is given by the Hooke's law, which states that when a material is loaded with an elastic limit, the normal stress developed is proportional to the strain produced. This means that the ratio of the normal stress to corresponding strain is a constant within the elastic limit. This constant is represented by E is known as the modulus of elasticity or Young's modulus. So the normal stress by corresponding strain is equal to a constant. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വൺ ഡയമെൻഷണൽ സിസ്റ്റം അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. അതായത് എന്ത് ചെയ്തു, നമ്മളൊരു ബാർ എടുക്കുക, അതിനെ ആക്സിയലി ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വയർ എടുക്കുക, അതിനെ എന്ത് ചെയ്യുക, അതിനകത്ത് ലോഡ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്ക് എന്ത് ചെയ്യുക, പുള്ളി ചെയ്യുക. സോ ഇപ്പോൾ എന്താണ്, വൺ ഡയമെൻഷനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ആ ഒരു വയർ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും, ഒരു തിൻ സിലിണ്ടർ ആയിരിക്കും. സോ ഇപ്പോൾ ആ ഒരു സിലിണ്ടറിന് ബേസ് സർഫസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. സോ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്തായിരിക്കും, അതിനകത്ത് വരുന്ന സ്ട്രെസ് സ്ട്രെയിൻ എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു σ/E ആയിരിക്കും. അതാണ് എന്ത് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു 2 ഡയമെൻഷണൽ സിസ്റ്റം നോക്കാം. അപ്പോൾ നമ്മൾ 1 ഡയമെൻഷണൽ സ്ട്രെസ് പറഞ്ഞു. ഇനി 2 ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റെക്റ്റാങ്കുലർ ബാർ കൺസിഡർ ചെയ്യുക. ഇപ്പോൾ അതിന് എന്തായിരിക്കും, ലെങ്ത് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്തായിരിക്കും, ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും, തിക്നെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വിഡ്ത്ത് ഉണ്ടായിരിക്കും നമുക്ക് പറയാം. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നമ്മളതിനെ അലോങ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിൽ, അല്ലെങ്കിൽ എന്താണ്, അപ്പോൾ ആ ഒരു ബാറിൻ്റെ ലെങ്ത്തിന് അലോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടെൻസൈൽ ഫോഴ്സ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്തു വിചാരിക്കുക. സോ ഇപ്പോൾ എന്തായിരിക്കും, ആ ഒരു സർഫസ്, അതായത് എവിടെയാണോ നമ്മൾ പുള്ള് ചെയ്യുന്നത് ആ ഒരു സർഫസിന് ഇപ്പോൾ പെർട്ടിക്കുലർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ അതിനെ ആ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ആ ഒരു സർഫസിന് ഇപ്പോൾ പെർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള സർഫസൊക്കെ എന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഡിഫോർമേഷൻ സംഭവിക്കും. ഇപ്പോൾ ഒരു അലോങ് ദി സ്ട്രെസ് ഡയറക്ഷൻ എന്ത് സംഭവിക്കും, അവിടെ ഡിഫോർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ട്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇപ്പോൾ ഇതാണ് എന്തോ ഒരു ബാറായിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതാണ് എന്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുൾ ചെയ്തു. സോ ഇപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഒരു സ്മോൾ ഡിഫോർമേഷൻ സംഭവിക്കും. എന്ത് ചെയ്യും, ഇതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ടെൻസൈൽ സ്ട്രെസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യും. കംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. സോ ഇപ്പോൾ കറസ്പോണ്ടിങ് അപ്പോൾ ഈ ഒരു സ്ട്രെസ്സിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലൊക്കെ എന്ത് സംഭവിക്കും, അതേപോലെ തന്നെ ഡിഫോർമേഷൻ സംഭവിക്കും. പക്ഷേ എന്തായിരിക്കും, ഇതിൻ്റെ ബ്രെഡ്ത്ത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക, അതേപോലെ തന്നെ വിഡ്ത്തും ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെയും ചേഞ്ച് സംഭവിക്കും, ഡയമെൻഷനിൽ ചേഞ്ച് സംഭവിക്കും. അപ്പോൾ നമുക്കിവിടെ ലാറ്ററൽ സ്ട്രെയിൻ, അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ദെൻ പോയിസോൺസ് റേഷ്യോ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. When a body is subjected to an axial tensile load, there is an increase in length of the body, but at the same time there is a decrease in another dimension of the body at right angles to the line of action of the applied load. So ഇപ്പോൾ എന്താണ്, ടെൻസൈൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, അതിന് ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് അല്ലെങ്കിൽ എന്താ പറയുക, അലോങ് ദി ടെൻസൈൽ ആക്സിസ് അവിടെ എന്ത് സംഭവിക്കും, ലെങ്ത് ഇൻക്രീസ് ചെയ്യും. ദെൻ ഈ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൽ എന്ത് സംഭവിക്കും, ഡയമെൻഷൻ ഡിക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുമെന്ന് പറയാം. സോ ഇപ്പോൾ അതിനെ പറയുന്നതാണ് എന്ത്, ഇത് അലോങ് ദി ആക്സിസ് ആണെങ്കിൽ നമുക്ക് പറയാം ലോഞ്ചിറ്റ്യൂഡിനൽ ഡിഫോർമേഷൻ. പെർപെൻഡിക്കുലർ ടു ദി ആക്സിസ് ഓഫ് ദി ലോഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്ത്, ലാറ്ററൽ ഡിഫോർമേഷൻ. സോ ദ റേഷ്യോ ഓഫ് ദി ഡിഫോർമേഷൻ ഓഫ് ദി ഒറിജിനൽ ലെങ്ത് ഓഫ് ദ ബോഡി ഇസ് നോൺ ആസ് ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. അതായത് അലോങ് ദി ആക്സിസ് ലെങ്ത് ആക്സിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് പറയാം. ദെൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫോർമേഷൻ ഓഫ് ബോഡി പെർ യൂണിറ്റ് ലെങ്ത് ഇൻ direction of the applied load. Okay, the lateral strain, the strain at a right angle to the direction of the applied load is known as lateral strain. സോ ഇപ്പോൾ ഈ ഒരു ലോഡ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ റൈറ്റ് ആംഗിളിൽ എന്ത് സംഭവിച്ചു, ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രെയിനെ നമ്മൾ വിളിക്കുന്നവരാണെന്ത്, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ലീനിയർ സ്ട്രെയിൻ ഉണ്ട്, ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ട്. സോ ഇപ്പോൾ നമുക്ക് പോയ്സോൺസ് റേഷ്യോ നോക്കാം. സോ ദ റേഷ്യോ ഓഫ് ദി ലാറ്ററൽ സ്ട്രെയിൻ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ വെൻ ദ മെറ്റീരിയൽ ഈസ് stressed with an elastic limit. This ratio is called Poisson's ratio. നമ്മൾ ഹൂക്സ് ലോ പഠിച്ച പോലെ ഇവിടെ എന്താണ്, ഒരു പോയ്സോൺസ് റേഷ്യോ ഉണ്ട്. സോ ഇപ്പോൾ മ്യൂ ആണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്, മ്യൂ എന്ന് പറയുന്നത്. അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വിത്തിൻ ഇലാസ്റ്റിക് ലിമിറ്റ് എന്താണ്, റേഷ്യോ ഓഫ് ദി ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് മ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയ്സോൺസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ റിലേഷൻ നോക്കാം.
അപ്പോൾ എന്താണ്, ഇപ്പോൾ ലോണ്ടിറ്റ്യൂഡിനൽ സ്ട്രെസ് സംഭവിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് സംഭവിക്കും, ഇതിനകത്ത് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ DL/L ആണെന്ന് വിചാരിക്കും. അപ്പോൾ അത് കാണുന്നത് ഒരു ബോഡിയുടെ ലെങ്ത്ത്. ദെനിപ്പോൾ അതിൻ്റെ റിമൈനിങ് സർഫസ് അല്ലെങ്കിൽ എന്താ പറയുക, അതിനെ ലാറ്ററൽ സർഫസസ് എന്ത് സംഭവിക്കുക, ഡയമെൻഷണൽ ഡിക്രീസ് ആണ് സംഭവിക്കുക. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുക, നമുക്ക് അതിൻ്റെ ബ്രെഡ്ത്ത് DB/B എന്ന് എടുക്കാം. അതേപോലെ തന്നെ വിഡ്ത്തിന് നമുക്ക് എന്ത് ചെയ്യാം, DH/H എന്ന് എടുക്കാം. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു പുതിയ റിലേഷൻ നമ്മൾ പഠിച്ചു, പോയ്സോൺസ് റേഷ്യോ എന്താണ്, mu is equal to lateral by longitudinal strain. സോ ഇപ്പോൾ നമുക്ക് ഇതെന്താണ്, ഇത് നെഗറ്റീവാണ്. സോ മൈനസ് DB/B ഡിവൈഡ് ബൈ DL/L ആണ് വരിക. അതേപോലെ തന്നെ mu is equal to മൈനസ് DH/H ഡിവൈഡ് ബൈ DL/L എന്ന് പറയാം. ഓക്കെ, സോ ഇപ്പോൾ നമ്മുടെ DL/L എന്ന് പറയുന്നത് എന്താണ്, എപ്സിലോൺ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം കൺസിഡർ ചെയ്യുക, അതായത് ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുക. ഈ ഒരു പ്ലെയിനിൽ എന്ത് സംഭവിച്ചു, X ഡയറക്ഷനിൽ σ1 എന്ന് പറയുന്ന ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Y ഡയറക്ഷനിൽ σ2 എന്ന് പറയുന്ന ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു σ1 കാരണം എന്ത് സംഭവിക്കും, ഇപ്പോൾ σ1 കാരണം X ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ സംഭവിക്കും. അതിന് നമുക്ക് X എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എപ്സിലോൺ X എന്ന് വിളിക്കാം. എന്തായിരിക്കും അറിയാം, E is equal to σ/ε ആണ്. സോ ഇപ്പോൾ എപ്സിലോൺ is equal to σ1/E ആണ് വരുന്നത്. ദെൻ അതേപോലെ തന്നെ എന്ത് സംഭവിക്കും, Y ഡയറക്ഷനിൽ അപ്പോൾ നമുക്ക് X ഡയറക്ഷനിൽ സംഭവിക്കുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് അലോങ് ദി ആക്സിസ് ഓഫ് ദി ലോഡാണ്. സോ അപ്പോൾ അതിനെ നമുക്ക് എന്താണ്, ലോണ്ടിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ വിളിക്കാം. ദാറ്റ് ഈസ് ε1 ഈക്വൽ ടു σ1/E ആണ്. ഇനി ആ ഒരു സെയിം സ്ട്രെസ് കാരണം അതിന് പെർപെൻഡിക്കുലർ അതല്ലെങ്കിൽ റൈറ്റ് ആംഗിളിൽ സംഭവിക്കുന്ന സ്ട്രെയിനിന് നമുക്ക് എന്താണ്, ലീനിയർ സ്ട്രെയിൻ സംഭവിക്കും. സോ ഇപ്പോൾ അതെന്തായിരിക്കും, Y ഡയറക്ഷനിലായിരിക്കും സംഭവിക്കുന്നത്. സോ ഇപ്പോൾ എന്താണ്, ε1 ഇൻ Y ഡയറക്ഷൻ അല്ലെങ്കിൽ ε1Y ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്, ഈ ε1 ആണെന്ത് മൈനസ് μ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് പോയ്സോൺസ് റേഷ്യോ നമ്മൾ നേരത്തെ കണ്ടതാണ്. സോ ഇപ്പോൾ അവരുടെ റിലേഷൻ ε1 ഈക്വൽ ടു മൈനസ് μ/ε1 ആണ്. അപ്പോൾ എന്താണിത്, σ1 കാരണം, അതായത് X ഡയറക്ഷനിലുള്ള സ്ട്രെസ് കാരണമാണ് എന്ത് ഈ ഒരു 2 സ്ട്രെയിൻ സംഭവിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ σ2 കൺസിഡർ ചെയ്യുക. ഇപ്പോൾ ഒരു σ2 കാരണം എന്താണ്, അത് അലോങ് ദി Y ഡയറക്ഷൻ അല്ലെങ്കിൽ Y ആക്സിസിന് അലോങ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇപ്പോൾ ആ ഒരു ഡയറക്ഷൻ, അതായത് Y ആക്സിസിന് അലോങ് ആയിട്ട് എന്തായിരിക്കും, ലോണ്ടിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ഉണ്ടാവുക. സോ ഇപ്പോൾ എന്താണ്, ε2 ഈക്വൽ ടു σ2/E എന്ന് എഴുതാം. ദെൻ നമുക്ക് ഡ്യൂ ടു ദി σ2, അതായത് X ഡയറക്ഷനിലുള്ള ടെൻസൈൽ സ്ട്രെസ് കാരണം എന്ത് സംഭവിക്കും, Y ഡയറക്ഷനിൽ ഒരു ലാറ്ററൽ സ്ട്രെയിൻ സംഭവിക്കും. സോ ഇപ്പോൾ ആ ഒരു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും, അഗെയിൻ മൈനസ് μ ഇൻറ്റു σ2 ആയിരിക്കും. സോ ഇപ്പോൾ σ2 എന്ന് പറയുമ്പോൾ എന്താണ്, σ2 അല്ല ε2 ആയിരിക്കും. സോ ഇപ്പോൾ ε2 എന്ന് പറയുമ്പോൾ σ2/E ആണ് വരുന്നത്. സോ ഇപ്പോൾ ഇനി ടോട്ടൽ സ്ട്രെസ് ഇൻ X ഡയറക്ഷൻ അതുപോലെ തന്നെ ടോട്ടൽ സ്ട്രെസ് ഇൻ Y ഡയറക്ഷൻ കാണണം. സോ ഇപ്പോൾ X ഡയറക്ഷനിൽ വരുന്നത് അതൊക്കെയാണ്, ε1 വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ σ2 കാരണമുള്ള ലാറ്ററൽ സ്ട്രെയിൻ വരുന്നുണ്ട്. സോ ഇപ്പോൾ X ഡയറക്ഷനിലുള്ള ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, σ1 ഡിവൈഡഡ് ബൈ E ദെൻ മൈനസ് μ ഇൻറ്റു σ2/E ആണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, E എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുക്കാം. സോ σ1 മൈനസ് μ σ2 ആണ് എന്ത് പറയുന്നത്, ടോട്ടൽ സ്ട്രെയിൻ ഇൻ X ഡയറക്ഷൻ. ഇത് അതേപോലെ തന്നെ എന്താണ്, Y ഡയറക്ഷനിലെ ടോട്ടൽ സ്ട്രെയിൻ കാണണം. സോ ഇപ്പോൾ Y ഡയറക്ഷനിൽ അതൊക്കെ സ്ട്രെയിൻ വരുന്നുണ്ട്, നമ്മുടെ അതായത് ലോണ്ടിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അതായത് ε2 σ2/E വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്യൂ ടു ദി സ്ട്രെസ് ആക്ടിങ് അലോങ് ദി Y ഡയറക്ഷൻ, σ1 കാരണം എന്തുണ്ട്, ഒരു ലാറ്ററൽ സ്ട്രെയിൻ Y ഡയറക്ഷനിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താണ്, മൈനസ് μ ഇൻറ്റു σ1 ആണ്. ദാറ്റ് ഈസ് മൈനസ് μ ഇൻറ്റു σ1/E ആണ് വരിക. സോ ഇപ്പോൾ Y ഡയറക്ഷനിലെ സ്ട്രെസ് ഏതൊക്കെയാണ്, സ്ട്രെയിൻ വരുന്നത് σ2/E മൈനസ് μ ഇൻറ്റു σ1/E ആണ്. സോ ഇപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം, 1/E ഇൻറ്റു σ2 മൈനസ് μ ഇൻറ്റു σ1 എന്ന് എഴുതാം. ഓക്കെ, കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 2 പകരം എക്സും വൈയും കൊടുത്ത് എഴുതാം, അതാണ് കുറച്ച് നന്നാവുക. ഇനി അതേപോലെ തന്നെ എന്താണ്, നമുക്ക് 3 ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ആക്സിസിന്, അതായത് X ആക്സിസിന് അലോങ് ആയിട്ട് വരുന്ന സ്ട്രെസ് കാരണം Y ആക്സിസിന് അലോങ് ആയിട്ട്, അതായത് നമ്മളിതൊരു പ്ലെയിനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഒരു 2 ഡയമെൻഷണൽ സിസ്റ്റം കൺസിഡർ ചെയ്തിട്ടുള്ളൂ, ഒരു പ്ലെയിനെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 ഡയമെൻഷണൽ സിസ്റ്റം അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ സ്ട്രെസ് സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, σ1 കാരണം അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 സർഫസിൽ എന്തുണ്ടാവും, ലാറ്ററൽ സ്ട്രെയിൻ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നമുക്ക്
ഇവിടെ എഴുതിയ പോലെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ, അതായത് എക്സ് ഡയറക്ഷനിൽ വരുന്ന ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സിഗ്മ 1/e മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 2/e മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 3/e. അപ്പോൾ നമുക്ക് ഈ പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിനെ ഈ 1 2 3ക്ക് പകരം എക്സ് വൈ സെറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. അതേപോലെ തന്നെ ഈ മ്യൂ പുറത്തേക്ക് എടുക്കാം. എങ്ങനെ വരും, 1/e ഇൻറ്റു സിഗ്മ എക്സ് മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ വൈ പ്ലസ് സിഗ്മ ഇസഡ് എന്ന് വരും. അല്ലെങ്കിൽ 1 2 3 തന്നെ കൊടുത്തെഴുതാം. സോ ഇപ്പോൾ അതേപോലെ തന്നെ വൈ ഡയറക്ഷനിലെ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ 1/e ഇൻറ്റു സിഗ്മ 2 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 3 എന്ന് വരും. അതേപോലെ തന്നെ ഇൻ ഇസഡ് ഡയറക്ഷൻ ടോട്ടൽ സ്ട്രെയിൻ ഇൻ ഇസഡ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ 1/e ഇൻറ്റു സിഗ്മ 3 മൈനസ് മ്യൂ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 എന്ന് വരും. ഓക്കെ, ഇനി എന്താണ് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ പോയ്സോൺസ് റേഷ്യോ വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഇതിനുള്ളത് അനാലിസിസ് ഓഫ് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ്. അതായത് ക്രോസ് സെക്ഷനിൽ ഏരിയ എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്ന ബാർസിൻ്റെ അനലൈസ് ചെയ്യാം. എ ബാർ ഓഫ് ഡിഫറെൻറ്റ് ലെങ്ത് ആൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഡയമീറ്റർ ആൻഡ് ഹെൻസ് ഓഫ് ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷൻ. സോ ഇപ്പോൾ എന്താണ്, ഒരു ബാർ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഡിഫറെൻറ്റ് ലെങ്ത്തുള്ള ഡിഫറെൻറ്റ് ക്രോസ് സെക്ഷനിലുള്ള ഒരു ബാർ കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, സ്ട്രെസ് ആക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. സോ ഇപ്പോൾ ആ ഒരു സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. Though each section is subject to axial load P, yet the stress and strain are change in length will be different. The total change in length will be obtained by adding the change in length of the individual sections. അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ എന്താണ്, ഒരു വേരിയിങ് ക്രോസ് സെക്ഷനുള്ള ഒരു ബാർ കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ ഒരു ബാറിന് എന്താണ് ഡിഫറൻറ്റ് ക്രോസ് സെക്ഷനാണ്, അതുപോലെ തന്നെ ഡിഫറൻറ്റ് ലെങ്ത്സും വരുന്നുണ്ട്. സോ ഇപ്പോൾ ഇതിനകത്ത് വരുന്ന, അതായത് ആക്സിയൽ ലോഡ് എന്താണ് സെയിം ആണ്, പക്ഷേ ഇതിനകത്ത് ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ് ഡിഫറൻ്റ് ആയിരിക്കും, അതേപോലെ തന്നെ സ്ട്രെയിൻ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എന്താണ്, ആക്സിയൽ ലോഡും ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് സം ഓഫ് സ്ട്രെയിൻ ആയിരിക്കും. ദെൻ ആക്സിയൽ ലോഡ് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, നമുക്ക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സീരീസ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അപ്പോൾ 3 ഡിഫറെൻറ്റ് റെസിസ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു, സീരീസിൽ കണക്ട് ചെയ്തു എന്ന് കൺസിഡർ ചെയ്താൽ മതി. പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ സീരീസിലാകുമ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് കാണുന്നത് എങ്ങനെയായിരിക്കും, സം ഓഫ് റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സം ഓഫ് സ്ട്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ്റെ അല്ലെങ്കിൽ ഓരോ സെക്ഷൻ്റെ എന്ത് ചെയ്യുക, സ്ട്രെയിൻ കാണുക, അവരെ തമ്മിൽ ആഡ് ചെയ്യുക. അതാണ് ടോട്ടൽ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ വരുന്നത്. സോ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ വരുമ്പോൾ എങ്ങനെയാണ്, അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, ലോഡ് എന്താണ് സെയിം ആണ്, P ആണ് വരുന്നത്. സോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത് L1 ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് സിഗ്മ എന്ന് പറയുമ്പോൾ എന്താണ്, സിഗ്മ ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ദെൻ വേറെ റിലേഷൻ വരുന്നത് എന്താണ്, എപ്സിലോൺ ഇൻറ്റു ഇ എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് എന്താണ് ഈ സിമിലർ ആയിരിക്കും. അപ്പോൾ അല്ലാതെയും വരാം, അതിൽ തന്നെ 2 കേസ് വരുന്നുണ്ട്. നമുക്ക് എന്താണ് ടോട്ടൽ ഇലോങ്ങേഷൻ ആണ് അറിയേണ്ടത്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എപ്സിലോൺ ഈക്വൽ ടു, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്ഷൻ്റെ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എപ്സിലോൺ 1 എന്തായിരിക്കും, സിഗ്മ 1/e ആയിരിക്കും, അല്ലെങ്കിൽ സിഗ്മ 1/e1 എന്ന് എടുക്കുക. സോ ഇപ്പോൾ സിഗ്മ 1 എന്ന് പറയുമ്പോൾ എന്താണ്, P/A1 ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ എന്താണ് 3 സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ്റെ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, എപ്സിലോൺ 2 ഈക്വൽ ടു P/A2 ഇൻറ്റു E2 ആയിരിക്കും. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഓരോ സെക്ഷൻ്റെയും കാണുക. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ലെങ്ത്ത്, ചേഞ്ച് ഇൻ ലെങ്ത്ത് മാത്രമാണ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അപ്പോൾ DL1 എന്ന് എടുക്കുക. അതായത് ഫസ്റ്റ് സെക്ഷൻ്റെ ചേഞ്ച് ഇൻ ലെങ്ത്ത് DL1/L1 ആണ് ഇത് സ്ട്രെയിൻ വരിക. സോ ഇപ്പോൾ DL1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, PL1/A1E1. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു 3 സെക്ഷനും എഴുതുക. നമുക്കതിനകത്ത് കോമൺ ആയിട്ട് ആരാണ് വരുന്നത്, P ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണ്, അതല്ലെങ്കിൽ E1 വരും, E1 E2 E3 വരും. സോ ഇപ്പോൾ നമുക്ക് DL എന്ന് പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് P/E ഇൻറ്റു L1/A1 പ്ലസ് L2/A2 പ്ലസ് L3/A3 ആണ് വരുന്നത്. സോ അപ്പോൾ ഈ ഒരു കേസിൽ എന്തായിരുന്നു, ലെങ്ത്ത് സെയിം അല്ല, അതുപോലെ തന്നെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കേസാണ് നമ്മൾ നോക്കിയത്. ഇവിടെ നമുക്ക് എന്താ ടോട്ടൽ ഇലോങ്ങേഷനാണ് കാണേണ്ടത്, ലോഡ് മാത്രമാണ് സെയിം. ഇനി അടുത്തത് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ നോക്കാം. പിന്നെ നമ്പർ ഓഫ് ലോഡ് ആർ ആക്ടിംഗ് ഓൺ എ ബോഡി, ദ റിസൾട്ടിംഗ് സ്ട്രെയിൻ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ വിൽ ബി ആൾജിബ്രൈക് സം ഓഫ് സ്ട്രെയിൻ കോസ്ഡ് ബൈ ഇൻഡിവിജ്വൽ ലോഡ്സ്. സോ ഇപ്പോൾ എന്താണ്, ഒരു ബോഡിക്കകത്ത് നമ്മൾ നേരത്തെ ടോട്ടൽ ഇലോങ്ങേഷൻ എന്താണെന്ന് പറഞ്ഞാണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇവിടെ നമ്പർ ഓഫ് ലോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ എന്തായിരിക്കും, ദ ആൾജിബ്രൈക് സം ഓഫ് സ്ട്രെയിൻ.
ഇപ്പോൾ റിസൾട്ടിങ് സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൾജിബ്രൈക് സം ഓഫ് ദി സ്ട്രെയിൻസ് ഇൻ ഇൻഡിവിജ്വൽ ലോഡ്സ് ആണ്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ലോഡ് കാരണം ഉണ്ടാകുന്ന സ്ട്രെയിൻ്റെ ആൾജിബ്രൈക് സം ആയിരിക്കും എന്ത്? റിസൾട്ടിങ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. വൈൽ യൂസിങ് ദിസ് പ്രിൻസിപ്പൽ ഫോർ ഇലാസ്റ്റിക് ബോഡി വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ നമ്പർ ഓഫ് ഡയറക്റ്റ് ഫോഴ്സ് ടെൻസൈൽ ഓർ കംപ്രസീവ് അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻ along the length of the body, first the free body diagram of the individual is drawn, then the body of deformation each section is obtained. The total deformation of the body will be then equal to the algebraic sum of deformation of the individual sections. നമ്മൾ എന്ത് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് ഒരു ബോഡി എടുക്കുക, അതിനകത്ത് സെക്ഷൻ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷൻസ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുക. സോ എന്തായിരിക്കും? ദ ടോട്ടൽ ഡിഫോർമേഷൻ ഓഫ് ദ ബോഡി വിൽ ബി ദെൻ ഈക്വൽ ടു ദ ആൾജിബ്രൈക് സം ഓഫ് ഡിഫോർമേഷൻ ഓഫ് ഇൻഡിവിജ്വൽ സെക്ഷൻസ്. നമ്മളെന്താണ് സ്ട്രെയിൻ, അതായത് ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ആയിരിക്കും? സം ഓഫ് സ്ട്രെയിൻ ആണ്. അത് തന്നെയാണ് പറയുന്നത്. എന്താണ് ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്? ആൾജിബ്രൈക് സം ഓഫ് ഇൻഡിവിജ്വൽ ഡിഫോർമേഷൻ ആണെന്ന്. അത് നോക്കാനുള്ളത് യൂണിഫോംലി ടാപ്പറിങ് സർക്കുലർ റോഡാണ്. ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു? ഡയമെൻഷൻ സ്റ്റെപ്പ്ഡ് ആയിരുന്നു. അതായത് ഡിഫറെൻറ്റ് സെക്ഷനിൽ അതായത് ഡയമെൻഷനകത്തുള്ള ചേഞ്ചസ് ഒക്കെ എന്താണ്? ഡിഫറെൻറ്റ് ചേഞ്ചസ് ആണ്. ഇവിടെ എന്താണ്? ഈ ഒരു യൂണിഫോം സർക്കുലർ അല്ലെങ്കിൽ യൂണിഫോം ടാപ്പറിങ് റോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു പിരമിഡ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബേസിൽ നിന്ന് എന്ത് ചെയ്യുക? അതിൻ്റെ ടോപ്പ് വരെ നോക്കുമ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് ഡിക്രീസിങ് ആയിരിക്കും. അതേപോലെ തന്നെ തിരിച്ചാണെങ്കിൽ ഇൻക്രീസിങ് ആയിരിക്കും. സോ ഇപ്പോൾ അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പോൾ ഇതിൻ്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്ഡ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു? സ്ട്രെയിൻ സം ഓഫ് ടോട്ടൽ സ്ട്രെയിൻ കാണാൻ വേണ്ടി സം ഓഫ് സ്ട്രെയിൻ ആണ് എന്ത് ചെയ്യുന്നത്? ആൾജിബ്രൈക് സം എടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിൻ്റെ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതായത് ഒരു യൂണിഫോം ടാപ്പറിങ് റോഡാണ്, സർക്കുലർ റോഡാണ് വരുന്നത്. അപ്പോൾ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കിളാണ്. സോ ഇപ്പോൾ അതിനെന്ത് ചെയ്യാം? നമുക്കതിൻ്റെ ഡയമീറ്റർ, അതായത് ബേസിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് D1 ആണ്. അതേപോലെ തന്നെ ടോപ്പിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് D2 ആയിട്ട് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ 1 end is D1, the other end diameter is D2. then അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L ആയിട്ട് എടുക്കുക. ദെൻ ആക്സിയലി ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്, P ആയിട്ട് എടുക്കാം. ദെൻ ഈ ഒരു ബോഡിയുടെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ E തന്നെയാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ സർക്കുലർ ആയതുകൊണ്ട് ഡയമീറ്റർ ആണ്. ഇതേപോലെ തന്നെ എന്താണ് നമുക്ക് ബാർസിൻ്റെ കാണാനുണ്ട്. സോ ഇപ്പോൾ തൽക്കാലം ഇവിടെ എന്താണ്? ഇപ്പോൾ ഡയമീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ത് ചെയ്യുന്നത്? ഡിറ്റർമൈൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് പറയാം എന്താണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത് എന്ന് പറയാം. സോ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയമീറ്റർ Y ആക്സിസും ലെങ്ത് X ആക്സിസും ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ 1 എൻഡിലെ ഡയമീറ്റർ എന്ന് പറയുന്നത് D2 ആണ്. ആ ഒരു എൻഡിൽ നമുക്ക് എന്താണ്? അത് വരെയുള്ള ഡിസ്റ്റൻസ് എല്ലാം ആയിട്ട് എടുക്കാം. അതായത് ഇപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? അവിടെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ആക്സിയൽ ലെങ്ത്തിലോ 0 ആണ്. ദെൻ ഇപ്പോൾ അവിടുത്തെ ഡയമീറ്റർ D1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? 0 D1 എന്ന് കൊടുക്കാം. ദെൻ എന്ത് ചെയ്യുന്നത്? ഓൺ ഇൻക്രീസിങ് ദ ലെങ്ത് ഓർ അപ്പോൾ എന്ത് ചെയ്യുക? അതിൻ്റെ ഡയമീറ്റർ എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവർ റിലേറ്റ് ചെയ്യുന്ന ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്യാണ്, ഒരു സ്മോൾ സെക്ഷൻ DX അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദി ബേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു സെക്ഷനിലെ ഇതിൻ്റെ ഡയമീറ്റർ അറിയണം. നമുക്ക് ആ ഡയമീറ്റർ അറിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ക്രോസ് സെക്ഷനിലെ ഏരിയ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അതിന് ഞാൻ ജസ്റ്റ് നമ്മളെടുത്തിട്ടുള്ള ഗ്രാഫ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ലെങ്ത്തും ഡയമീറ്ററും തമ്മിലുള്ള റിലേഷനാണ് എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് അവിടെ അതായത് ബേസിൽ നിന്ന് ഒരു സ്മോൾ സെക്ഷൻ DX വരെയുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് X ആണ്, X ലെങ്ത്ത് ആണ്. അതുപോലെ തന്നെ അവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ DX ആണെന്ന് എടുത്തു, D(X) അങ്ങനെ എടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? സ്ലോപ്പ് കണ്ടാൽ മതി. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ DX അറിയാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? y2 - y1 / x2 - x1 is equal to y - y1 / x - x2. സോ ഇപ്പോൾ നമ്മുടെ y2 y1 എന്ന് പറയുന്നത് D1 D2, അതുപോലെ തന്നെ x2 x1 എന്ന് പറയുന്നത് L-ഉം 0-യും, ദെൻ എക്സും y എന്ന് പറയുന്നത് x-ഉം DX-ഉം ആയിട്ട് എടുക്കുക. ഓക്കെ, നമുക്ക് DX ആണ് അറിയേണ്ടത്. സോ ഇപ്പോൾ DX is equal to എന്താവും? D1 - D2 / L into x. സോ ഇപ്പോൾ അവരുടെ റിലേഷൻ, അതായത് ഇതിൻ്റെ ഡയമീറ്റർ അറ്റ് എ സെക്ഷൻ X ഡിസ്റ്റൻസ് ഫ്രം ദി ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? DX എന്ന് പറയുന്നത് D1 - D2 / L into x ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു D1 - D2 / L എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ K എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് D1 - K into x ആയിരിക്കും നമ്മുടെ എന്ത്? DX എന്ന് പറയുന്നത്.
സോ ഇപ്പോൾ നമ്മുടെ ഏരിയ ആ ഒരു പെർട്ടിക്കുലർ സെക്ഷനാണ് എന്ത് ചെയ്തു ഒരു എക്സ് ബേസ് ചെയ്യുന്ന ഒരു എക്സ് ഡിസ്റ്റൻസിൽ ഒരു സ്മോൾ ഡി എക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൺസിഡർ ചെയ്താണ് ആ ഒരു സെക്ഷൻ്റെ ക്രോസ് സെക്ഷനിൽ ഏരിയയാണ് കാണുന്നത്. സോ ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഡി എക്സ് സ്ക്വയർ ഇൻറ്റു പൈ ബൈ 4 ഇൻറ്റു ഡി എക്സ് സ്ക്വയർ ആണ്. സോ ഇപ്പോൾ ആ ഒരു ഡി എക്സിന് എന്ത് ചെയ്യുക D1 മൈനസ് കെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും പൈ ബൈ 4 ഇൻറ്റു D1 മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ദെൻ ഇനി സിഗ്മ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ലോഡ് ബൈ ഏരിയയാണ്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് പി ആണ്. ദെൻ പി ബൈ പൈ ബൈ 4 ഇൻറ്റു D1 മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് എന്താണ് നമുക്ക് സ്ട്രെയിൻ ആണ് കാണേണ്ടത്, ടോട്ടൽ ഇലോങ്ങേഷൻ ആണ് കാണേണ്ടത്. ഓക്കെ, നമ്മളവിടെ മുൻപ് എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ടോട്ടൽ ഇലോങ്ങേഷൻ കാണാൻ വേണ്ടിയിട്ട് ഓരോ സെക്ഷൻ്റെ ഇലോങ്ങേഷൻ അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു അവരുടെ അൾജിബ്രായിക് സമ്മാണ് കണ്ടത്. ഇവിടെ എങ്ങനെയാണ് ഇവിടെ ഈ ഒരു ടാപ്പറിംഗ് സെക്ഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടാപ്പറിംഗ് റോഡ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. സോ ഇപ്പോൾ എപ്സിലോൺ എന്ന് പറയുമ്പോൾ സിഗ്മ ബൈ ഇ ആണ്. സോ ഇപ്പോൾ നമുക്ക് സിഗ്മ എന്ന് പറയുന്നത് എന്താണ് പി ബൈ പൈ ബൈ 4 ഇൻറ്റു D1 മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. സോ ഇപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം 4p ബൈ പൈ ഇ ഇൻറ്റു 1 ബൈ D1 മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഇപ്പോൾ നമുക്ക് വേണ്ടത് ടോട്ടൽ സെക്ഷൻ്റെ എന്താണ് ഇലോങ്ങേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക ഈ ഒരു സ്ട്രെയിൻ ഇൻറ്റു ഡി എക്സ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് എന്ത് വരും നമ്മുടെ ഇക്വേഷൻ 4p ബൈ പൈ ഇ 1 ബൈ D മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് എന്ന് വരും. നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷനാണ് കാണേണ്ടത്. സോ ഇപ്പോൾ ഈ ഒരു സ്മോൾ സെക്ഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡെൽറ്റ എക്സ് ബൈ ഡി എക്സ് ആയിരിക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക അവിടുത്തെ നമുക്ക് ഡെൽറ്റ എക്സ് ടോട്ടൽ ഇലോങ്ങേഷനാണ് അറിയേണ്ടത്. നമ്മൾ ഇലോങ്ങേഷൻ സ്മോൾ സെക്ഷൻ ഇലോങ്ങേഷൻ ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ ലെങ്ത്ത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക ഡി എക്സ് കൊണ്ട് ലെങ്ത്ത് കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ നമുക്കത് കിട്ടുന്നത് എന്തായിരിക്കും ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ പി എൽ 4 ഇൻറ്റു പി ഡിവൈഡ് ബൈ പൈ ഇ 1 ബൈ ഡി മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ എന്ത് ചെയ്യുക അതിനെ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക നമുക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് എക്സ് എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ലെങ്ത് ആണ്. സോ ഇപ്പോൾ ഡയമീറ്റർ ബാറിൻ്റെ വേരിയിങ് വിത്ത് ഇറ്റ്സ് ലെങ്ത്. സോ എന്ത് ചെയ്താൽ മതി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ മറ്റേ സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ടോട്ടൽ ഇലോങ്ങേഷൻ കിട്ടും. അതായത് 4p അതേപോലെ തന്നെ പൈ എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. അതിനൊക്കെ എന്ത് ചെയ്യുക പുറത്തെടുക്കുക. then എന്ത് ചെയ്യുക ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതായത് 1 ബൈ D1 മൈനസ് കെ എക്സ് ദ ഹോൾ സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമുക്ക് എന്തെന്ന് വരും -1 ഡിവൈഡ് ബൈ D1 മൈനസ് കെ എക്സ് എന്ന് വരും. ലിമിറ്റ് 0 to L ആണ് വരുന്നത്. സോ അപ്പോൾ നമുക്ക് ആ ഒരു എക്സിന് L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും ഒരു മൈനസ് ഉണ്ട്. സോ അപ്പോൾ -4p ബൈ പൈ ഇ 1 ബൈ D1 മൈനസ് കെ എൽ മൈനസ് 1 ബൈ D1 മൈനസ് കെ ഇൻറ്റു 0 എന്ന് വരും. സോ അപ്പോൾ അതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക -4p ബൈ പൈ ഇ ഇൻറ്റു കെ എൽ ബൈ D1 ഇൻറ്റു D1 പ്ലസ് കെ എന്ന് വരും. സോ ഇപ്പോൾ കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് D1 മൈനസ് D2 ബൈ എൽ എന്ന്. സോ ഇപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് കെ എൽ ഡിവൈഡ് ബൈ D1 ഇൻറ്റു D1 മൈനസ് D2 ബൈ എൽ എന്ന് വരും. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പവർ ഇക്വേഷൻ ഇങ്ങനെ 4p ബൈ പൈ ഇൻറ്റു 1 ബൈ D1 മൈനസ് കെ എൽ മൈനസ് 1 ബൈ D1 എന്ന് വരും. സോ ഇപ്പോൾ നമുക്ക് അതിനകത്ത് ആവശ്യമില്ലാത്ത ടേംസൊക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ക്യാൻസലേഷൻ ചെയ്ത് നമുക്ക് ഡി എൽ ഈക്വൽ ടു നമുക്ക് എന്താ വരിക അതായത് ടോട്ടൽ സ്ട്രെയിൻ ഈക്വൽ ടു 4p ബൈ പൈ കെ ഇ ഇൻറ്റു 1 ബൈ D2 മൈനസ് 1 ബൈ D1 എന്ന് വരും. സോ ഇപ്പോൾ D1 മൈനസ് D2 എന്ന് പറയുമ്പോൾ എന്താണ് D1 മൈനസ് D2 ബൈ എൽ എന്ന് പറഞ്ഞാൽ കെ ആണ് വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിനകത്തുള്ള ടേം അതായത് D1 മൈനസ് D2 ബൈ എൽ വരും. അതെന്താണ് കെ ആണ്. then ഇവിടെ ഒരു കെ എടുക്കുന്നുണ്ട് 4 അതായത് 4p ബൈ പൈ കെ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ കെ ക്യാൻസൽ ചെയ്ത് പോകും. then നമുക്ക് വരുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എൽ ഡിവൈഡ് ചെയ്തപ്പോൾ എൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4pl ബൈ എ ബൈ D1 D2 എന്ന് വരും. ഇതാണ് എന്ത് ടാപ്പറിങ് സർക്കുലർ സെക്ഷൻ്റെ ടോട്ടൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ടോട്ടൽ സ്ട്രെയിൻ അല്ല ടോട്ടൽ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെയാണ് എന്ത് ടാപ്പറിങ് ഒരു ബാറിൻ്റെ വരുന്നത്. ഇനി ജസ്റ്റ് ഒന്നും കൂടി പറയാം. അപ്പോൾ നമുക്കിവിടെ എന്താണ് നമ്മളിവിടെ ഓരോ സെക്ഷൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട് സ്ട്രെയിൻ കണ്ടിട്ട് അതിന് എന്ത് ചെയ്യുക ലെങ്ത്ത് അതായത് ഇലോങ്ങേഷൻ ഓരോ സെക്ഷൻ്റെ ഇലോങ്ങേഷൻ കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് സ്റ്റെപ്ഡ് ബാറിൻ്റെ ടോട്ടൽ ഇലോങ്ങേഷൻ കാണുന്നത് ബൈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ഇവിടെ യൂണിഫോമിലി ടാപ്പറിങ് സെക്ഷൻ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സർക്കുലർ റോഡാണ്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടുത്തെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ലോഡ് സെയിം ആണ്, അതുപോലെ തന്നെ ഇത് ഒരൊറ്റ ബാറാണ്, അതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ യങ്സ് മോഡുലസ് എന്ന് പറയുന്നതും സെയിം ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്മോൾ സെക്ഷൻ്റെ എന്ത് ചെയ്യുക, ഇലോങ്ങേഷൻ കാണുക, അതിനെന്ത് ചെയ്യുക, ത്രൂ ഔട്ട് അതിൻ്റെ ലെങ്ത്ത് വെച്ച് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ്, ഒരു സെക്ഷൻ്റെ ഏരിയ കാണണം. ആ സെക്ഷൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താണ്, ലെങ്ത്തിൻ്റെ ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ ലെങ്ത്തും ഡയമീറ്ററും തമ്മിൽ എന്താണ് റിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്തു, അതിൻ്റെ സ്ലോപ്പ് കണ്ടു. ഒരു സെക്ഷനിൽ, അതായത് ഏതൊരു ക്രോസ് സെക്ഷൻ്റെ അതായത് അറ്റ് എനി ഡിസ്റ്റൻസ് എക്സ് ഫ്രോം ഇറ്റ്സ് ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലെങ്ത്തും ഡയമീറ്ററും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിലേഷൻ ഉണ്ട്. സോ ഇപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്തിട്ട് അവിടുത്തെ ഡയമീറ്റർ കണ്ടു, അതിൻ്റെ ഏരിയ കണ്ടു. എന്നിട്ട് എന്ത് ചെയ്തു, സ്ട്രെയിൻ അതായത് ആപ്സിലോണിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു സെക്ഷൻ്റെ എലമെൻ്റൽ ലെങ്ത് എന്ന് പറയുന്നത് dx ആണ്. അപ്പോൾ അവിടുത്തെ സ്ട്രെയിൻ ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. സോ അപ്പോൾ സ്ട്രെയിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ലോഡ് ഏരിയ അതുപോലെ തന്നെ എന്താണ് യങ്സ് മോഡുലസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെയിൻ കിട്ടും. ദെൻ നമുക്ക് അവിടുത്തെ ഇലോങ്ങേഷൻ ആണ്, അതായത് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഒരു ഡെൽറ്റ ആയിട്ട് എടുക്കുക, ഒരു ഡെൽറ്റ എക്സ് ആയിട്ട് എടുക്കുക. സോ ഇപ്പോൾ ഡെൽറ്റ എക്സ് ബൈ dx ആണെന്ന് പറയുന്ന ഇലോങ്ങേഷൻ അല്ലെങ്കിൽ സ്ട്രെയിൻ വരുന്നത്. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇലോങ്ങേഷൻ ആ ഒരു എലമെൻ്റൽ ഏരിയ അല്ലെങ്കിൽ ആ ഒരു എലമെൻ്റൽ ലെങ്ത്തിൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, സ്ട്രെയിൻ ഇൻറ്റു dx എന്ന് എഴുതാം. അത് ടോട്ടൽ ഇലോങ്ങേഷൻ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, അതിനെ വിത്ത് റെസ്പെക്ട് ടു ലെങ്ത്തിന് എന്ത് ചെയ്തു, ഇൻറ്റഗ്രേറ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് മീൻസ് ഇതിപ്പോൾ ഒരു സർക്കുലർ സെക്ഷൻ്റെ ആണ്. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒറ്റ അതായത് ഡയമീറ്റർ മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി നമുക്കൊരു യൂണിഫോംലി ടാപ്പറിങ് ബാർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. സോ ഇപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അസംഷൻ എടുക്കുന്നുണ്ട്, അതായത് യൂണിറ്റ് തിക്നെസ് ആണ്. അതായത് നമ്മളിതിൻ്റെ എന്താ ഇപ്പോൾ അതായത് അതിൻ്റെ ത്രൂ ഔട്ട് ലെങ്ത് എന്താണ്, തിക്നെസ് വാരി ചെയ്യുന്നില്ല, എന്ത് മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, വാരി ചെയ്യുന്നുള്ളൂ അലോങ് ഇറ്റ്സ് ലെങ്ത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ അഗൈൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബാറിൻ്റെ ബേസിനകത്ത് വരുന്ന മീൻസ് അല്ലെങ്കിൽ ബേസിലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ എ ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ടോപ്പ് സൈഡിൽ വരുമ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി ആയിട്ട് എടുത്തു. സോ ഇപ്പോൾ അതിൻ്റെ തിക്നെസ് വരുന്നത് യൂണിറ്റ് തിക്നെസ് ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ഒരു ടി ആയിട്ട് എടുത്തു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുമ്പോൾ ഇവിടെ എന്താണ്, ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത്. ഓക്കെ, ലെങ്ത് ചേഞ്ച് ചെയ്തു, അതായത് ലെങ്ത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യാണ് ഫ്രം ബേസ് ടു ദ ടോപ്പ്. സോ ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ ആ ഒരു സർക്കുലർ ടാപ്പറിംഗ് ബാറിൻ്റെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസും അതുപോലെ തന്നെ ലെങ്ത്തും തമ്മിൽ എന്ത് ചെയ്യാം, ഒരു റിലേഷൻ പ്ലോട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇതിൻ്റെ അറ്റ് സീറോ ലെങ്ത് അല്ലെങ്കിൽ ബേസിൽ എന്ന് പറയുമ്പോൾ എന്താണ്, ലെങ്ത്ത് 0 ആണ്, അതിലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ എ ആണ് വരുന്നത്. അറ്റ് ദ ടോപ്പ് അല്ലെങ്കിൽ അറ്റ് എ ഡിസ്റ്റൻസ് ലെങ്ത്തിൽ എന്ത് വരുന്നത്, അതിൻ്റെ ബ്രെഡ്ത്ത് ബി ആണ് വരുന്നത്. സോ ഇപ്പോൾ അതിനൊരു പോയിന്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക, ഒരു സ്മോൾ സെക്ഷൻ കൺസിഡർ ചെയ്യുക. അപ്പോൾ അവിടുത്തെ ലെങ്ത്ത് മീൻസ് ബേസ്, ആ ഒരു ബേസ് മുതൽ ആ ഒരു പോയിന്റ് വരെയുള്ള അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എക്സ് ആയിട്ട് എടുക്കുക. സോ ഇപ്പോൾ അവിടുത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അതായത് ലെങ്ത്ത് എന്ന് പറയുന്നത് എക്സും അതേപോലെ തന്നെ അവിടുത്തെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, ഒരു ബി സഫിക്സ് എക്സ് ആയിട്ട് എടുത്തു. സോ ഇപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ സ്ലോപ്പ് ജസ്റ്റ് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ബി എക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ബൈ എൽ ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് നേരത്തെ ഡി എക്സ് കിട്ടിയ പോലെ തന്നെയാണ്. ഇവിടെ ആക്കിയതിന് നമ്മൾ എന്ത് ചെയ്യണം, എ മൈനസ് ബി ബൈ എല്ലിനെ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എ മൈനസ് കെ എക്സ് ഇക്വൽ ടു ബി എക്സ് എന്ന് കിട്ടും. സോ ഇപ്പോൾ ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എന്താണ്, 5/4 d² ആയിരുന്നു. ഇവിടെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് സെക്ഷൻ്റെ ഏരിയ, ക്രോസ് സെക്ഷൻ്റെ ഏരിയയാണ് വേണ്ടത്. ക്രോസ് സെക്ഷൻ്റെ ബ്രെഡ്ത്ത് ബി എക്സ് ആണ്, അവിടുത്തെ തിക്നെസ് ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. സോ ഇപ്പം ഏരിയ എന്ന് പറയുമ്പോൾ ബി എക്സ് ഇൻറ്റു ടി ആണ്. അപ്പോൾ നമുക്ക് അതിന് ബി എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, എ മൈനസ് കെ എക്സ് ആണ്. സോ ഇപ്പോൾ എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി ആണ് വരുന്നത് ഏരിയ എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, സിഗ്മ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ആണ്, സിഗ്മ ബൈ ഇ. അഗൈൻ ഇവിടുത്തെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചേഞ്ച് ലെങ്ത്ത് ബൈ ഒറിജിനൽ ഡയമെൻഷൻ ആണ്. ഇവിടുത്തെ ഒറിജിനൽ ലെങ്ത്ത് എന്ന് പറയുന്നത് ഡി എക്സ് ആണ്. സോ ഇപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൽറ്റ എക്സ് ബൈ ഡി എക്സ് ആയിട്ട് എടുക്കാം. സോ ഇപ്പോൾ ഡെൽറ്റ എക്സ് അതായത് ആ ഒരു സെക്ഷൻ്റെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ആണ്. സോ ഇപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ്, സ്ട്രെയിൻ ഇൻറ്റു ഡി എക്സ് അതിൻ്റെ ലെങ്ത് ആയിട്ട് എടുത്തു. സോ ഇപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇക്വേഷൻ പി ബൈ എ ആണ് വരിക.
ഒക്കെ പി ബൈ എ എന്ന് പറയുമ്പോൾ, അതായത് പി എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ അപ്ലൈ ചെയ്യുന്ന ലോഡ്, എ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ, ഇ എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ്. സോ ഇപ്പോൾ നമുക്ക് ഏരിയക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു ഡി എക്സും കൂടി വരുന്നുണ്ട്. സ്ട്രെയിൻ ഇൻറ്റു ഡി എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ നമുക്ക് എന്ത് വരും, പി ഡി എക്സ് ബൈ എ എന്ന് വരും. സോ ഇപ്പോൾ എ എന്ന് പറയുമ്പോൾ സ്മോൾ എ മൈനസ് കെ എക്സ് ഇൻറ്റു ടി ആണ്, അത് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് വരും, ഡി എക്സ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സിനെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ടോട്ടൽ ഇലോങ്ങേഷനാണ് കാണുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, പി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെന്ത് ചെയ്യുക പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും, അതുപോലെ തന്നെ ടി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുക, അതും പുറത്തെടുക്കുക. അപ്പോൾ നമുക്ക് പി ബൈ ടി എന്ന് വരും, ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 എ മൈനസ് കെ എക്സ് എന്ന് വരും. സോ ഇപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും നമുക്ക്, അതായത് എ മൈനസ് കെ എക്സ് ദോൾ റേസ് ടു മൈനസ് 1 ഇൻറ്റു ഡി എക്സ് ആണ് വരിക. വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് എ മൈനസ് കെ എക്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, അപ്പോൾ ഡി വൈ ഇക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. സോ നമുക്ക് ഡി എക്സിന് നമുക്ക് ഡി വൈ ബൈ മൈനസ് കെ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ എ മൈനസ് കെ എക്സിന് വൈ എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, ഇൻറ്റഗ്രൽ -1 ഡിവൈഡ് ബൈ കെ ഇൻറ്റു ഡി വൈ ബൈ ഡി വൈ എന്ന് കിട്ടും. സോ ഇപ്പോൾ ഡി വൈ ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി വൈ ബൈ വൈ എന്ന് പറയുമ്പോൾ എന്താണ്, ലോഗ് വൈ ആണ്, അല്ലെങ്കിൽ എൽ എൻ വൈ ആണ് വരുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, മൈനസ് പി ബൈ ടി ഇൻറ്റു കെ ഇൻറ്റു എൽ എൻ വൈ എന്ന് വരും. സോ ഇപ്പോൾ വൈ നമുക്ക് എന്താണ്, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്, അതിനെന്ത് ചെയ്യുക, തിരിച്ച് എ മൈനസ് കെ എക്സ് കൊടുക്കുക. ദെൻ ലിമിറ്റ് എന്ത് ചെയ്യുക, 0 to L അപ്ലൈ ചെയ്യുക. നമ്മൾ എന്ത് വരും, എൽ എൻ എ മൈനസ് കെ എൽ പ്ലസ് എൽ എൻ എ എന്ന് കിട്ടും. നമുക്ക് മൈനസ് ഫ്രണ്ടിൽ എടുക്കുന്നുണ്ട്. സോ എൽ എൻ എ ബൈ എ പ്ലസ് കെ എൽ എന്ന് എഴുതാം. എഗെയിൻ ഇനി നമുക്ക് എന്താണ്, കെക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താണ്, എ മൈനസ് ബി ബൈ എൽ ആണ്. നമുക്ക് പി ബൈ ഇ കെ ടി എൽ എൻ എ ബൈ ബി എന്ന് വരും. സോ ഇപ്പോൾ ഇതാണ് എന്ത്, ടോട്ടൽ ഇലോങ്ങേഷൻ വരുന്നത് ഫോർ എ യൂണിഫോംലി വാരിയിങ് അല്ലെങ്കിൽ യൂണിഫോംലി ടാപ്പറിങ് ബാറിൻ്റെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോമ്പോസിറ്റ് ബാറാണ് എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സീരീസ് ആയിട്ടുള്ള കേസാണ്. ഇവിടെ നമുക്ക് പാരലൽ ആയിട്ടുള്ള കേസാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് എ ബാർ മെയ്ഡ് അപ്പ് ഓഫ് 2 or more bar of equal length but different material rigidly fixed with each other and behaving as a unit for extension or compression when subjected to an axial, tensile or compressive load is called a composite bar. അപ്പോൾ ഒരു കോമ്പോസിറ്റ് ബാർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്പർ ഓഫ് ബാർസ് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഇപ്പോൾ ഡിഫറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഡിഫറൻറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൻ്റെ യങ്സ് മോഡുലസ് ഡിഫറൻ്റ് ആയിരിക്കും. ദെൻ ഇപ്പോൾ ഒറ്റ യൂണിറ്റായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെ റെസിസ്റ്റൻസ് മീൻസ് സീരീസിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു, ഇലോങ്ങേഷൻ ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒറ്റ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് എന്തായിരിക്കും, വെൻ അപ്ലൈങ് ലോഡ് സ്ട്രെസ് എന്ന് പറയാതെ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ ഇപ്പോൾ അതാണ് കംപ്രസീവ് ബാർ. അപ്പോൾ ടെൻസൈലോ അല്ലെങ്കിൽ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുന്നത്, ഒറ്റ യൂണിറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. ദി എക്സ്റ്റൻഷൻ ഓർ കംപ്രഷൻ ഇൻ ഈച്ച് ബാർ ഈസ് ഈക്വൽ, ഹെൻസ് ദ ഡിഫോർമേഷൻ പെർ യൂണിറ്റ് ലെങ്ത് ദ സ്ട്രെയിൻ ഇൻ ഈച്ച് ബാർ ഈസ് ഈക്വൽ. സോ അപ്പോൾ എന്താണ്, ഒറ്റ യൂണിറ്റായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താണ്, കംപ്രഷനോ ടെൻഷനോ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതിൻ്റെ ഇലോങ്ങേഷൻ ബൈ ഡിഫോർമേഷൻ ബൈ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഈക്വൽ ആണ്. ദെൻ ദ ടോട്ടൽ എക്സ്റ്റേണൽ ലോഡ് ഓൺ ദ കോമ്പോസിറ്റ് ബാർ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ലോഡ് ക്യാരിഡ് ബൈ ഈച്ച് ഡിഫറൻറ്റ് മെറ്റീരിയൽ. അപ്പോൾ എന്താണ്, അതുപോലെ തന്നെ ലോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, അവിടെ ആ ഒരു കേസിൽ നമുക്ക് സ്റ്റെപ്ഡ് ബാറിൻ്റെ കേസിൽ എങ്ങനെയായിരുന്നു, ലോഡ് സെയിം ആയിരുന്നു. ഇവിടെ ലോഡ് എങ്ങനെയാണ്, ദ ടോട്ടൽ ലോഡ് ഈസ് ദി സം ഓഫ് ലോഡ് ക്യാരിങ് ബൈ ഈച്ച് സെക്ഷൻ. സിമ്പിളാണ്. അപ്പോൾ ഇവിടെ ലോഡ് ഡിഫറൻ്റ് ആണ്, സ്ട്രെയിൻ ഈക്വൽ ആണ്. അവിടെ സ്ട്രെയിൻ ഡിഫറൻ്റ് ആണ്, ലോഡ് സെയിം ആണ്. ആ ഒരു വ്യത്യാസമാണ് വരുന്നത്. ഇത് പാരലലാണ്, അവിടെ എന്താണ്, സീരീസ് ആണ്. അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് എന്താണ്, ഇവിടെ രണ്ട് കേസ്, അതായത് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പോൾ എത്ര ബാർസ് ഉണ്ടോ അത്രയും അതിൻ്റെയൊക്കെ സ്ട്രെയിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, സ്ട്രെയിൻ ഈക്വൽ ആയിരിക്കും. ദെൻ ലോഡ് എന്ന് പറയുന്നത് സം ഓഫ് ലോഡ് ആയിരിക്കും. അപ്പോൾ രണ്ട് കേസ് വരുന്നുണ്ട്. ആ രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാൻ. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പി ആണ് ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത്. ദെൻ ഇപ്പോൾ രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഞാൻ ഇവിടെ 3 എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ബാർസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3നും എങ്ങനെയാണ്, P1 ലോഡ് എന്ത് ചെയ്യും, ഫസ്റ്റ് ബാറിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് ബാറിൻ്റെ മേലെ P2 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ദെൻ P3 ലോഡ് എന്ത് ചെയ്യുന്നുണ്ടാവും, തേർഡ് ബാറിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നുണ്ടാവും. സോ അപ്പോൾ അതിൻ്റെ സം ഓഫ് ലോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് സം ഓഫ് ദ ലോഡ് ആയിരിക്കും. ദാറ്റ് ഈസ് P1 + P2 + P3 ആയിരിക്കും. ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അങ്ങനെ ആയിരിക്കാം, ഡിഫറൻ്റ് ആയിരിക്കാം, സിമിലർ ആയിരിക്കാം. പക്ഷേ എന്താണ്, നമ്മളിത് ഡിഫറൻ്റ് ആയിട്ട് എടുക്കാം. സോ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സെക്ഷൻ്റെ എന്ത് ചെയ്യുക, ലോഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും,
സ്ട്രെയിൻ ഇൻറ്റു ഏരിയ ആയിരിക്കും. സോ ഇപ്പോൾ ഫസ്റ്റ് സെക്ഷൻ്റെ ലോഡ് P1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും σ1A1 ആയിരിക്കും, P2ൻ്റെ σ2A2 ആയിരിക്കും, അതുപോലെ തന്നെ P3 എന്ന് പറയുമ്പോൾ σ3A3 ആയിരിക്കും. സോ ഇപ്പോൾ ടോട്ടൽ ലോഡ് സെയിം ആയതുകൊണ്ട് P = σ1A1 + σ2A2 + σ3A3 എന്നായിരിക്കും. എല്ലാത്തിലും എന്തുണ്ട് സിഗ്മ വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ സിഗ്മ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ട്രെയിൻ ആണ്. ഇപ്പോൾ ഈ ഒരു സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ് സ്ട്രെയിൻ ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം σ1 = നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ σ1 എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? E × ε1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് P എന്ന് പറയുന്നത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ സെയിം ആണ്. ദെൻ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതും സെയിം ആണ്. സോ നമുക്ക് P = ε എന്തെന്ന് എഴുതാം? A1E1 + A2E2 + A3E3 എന്ന് എഴുതാം. ഇപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ കേസാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്ത് ഈ ഒരു ഇതിനെ പാരലായിട്ട് അതിനെ സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ഈ രണ്ട് ഇക്വേഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക കമ്പയർ ചെയ്ത് നോക്കുക. സോ നമുക്ക് സ്ട്രെയിൻ ഈക്വൽ ആയതുകൊണ്ട് എന്താ നമുക്കിപ്പോൾ സിഗ്മ, അതായത് ε1 = ε2 = ε3 എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് ചെയ്യാം അതിനെ σ1/E1 = σ2/E2 = σ3/3. അപ്പോൾ നമുക്കിതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ അതൊക്കെ ഈ ഒരു റിലേഷനൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇപ്പോൾ ഈ ഒരു കേസിനെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ σ1/σ2 = നമുക്ക് എങ്ങനെ എഴുതാം? E1/E2 എന്ന് എഴുതാം. സോ ഇപ്പോൾ ഇതിനെ ഈ ഒരു E1/E2നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോഡുലാർ റേഷ്യോ എന്ന് വിളിക്കുന്നത്. അടുത്താണ് തെർമൽ സ്ട്രെസ്സസ്. സോ ദ തെർമൽ സ്ട്രെസ്സസ് ആർ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ ബോഡി ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. തെർമൽ സ്ട്രെസ് ആർ സെറ്റ് അപ്പ് ഇൻ എ ബോഡി when temperature of body is raised or lowered and the body is not allowed to expand or contract freely. But if the body is allowed to expand or contract freely, no stress will be set up in the body. സോ ഇപ്പോൾ തെർമൽ സ്ട്രെസ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബൈ അപ്ലൈയിങ് അറ്റ് ലോഡ് ഓർ ടെൻഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസീവ് ലോഡ് അല്ലെങ്കിൽ ടെൻസൈൽ ലോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോഡിയിൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ഷിയർ അപ്ലൈ ചെയ്താലും എന്ത് വരുന്നുണ്ട്? സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച്, ഒരു ബോഡിയിലെ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് കംപ്രസീവ് സ്ട്രെസ്, ടെൻസൈൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, വോളിയം സ്ട്രെസ് ഒക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് തെർമൽ സ്ട്രെസ് ആണ്. സോ ഡ്യൂ ടു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് എന്ത് ചെയ്യുന്നത്? തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുന്നത്. അവിടെ എങ്ങനെയാണ്? ബൈ അപ്ലൈയിങ് ഹൈ ലോഡ് അല്ലെങ്കിൽ വെൻ എ ബോഡി സബ്ജക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ എങ്ങനെയാണ്? ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്യുക, അതുപോലെ തന്നെ ലോവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിന് ആ ഒരു ബോഡി എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യാനോ അതുപോലെ തന്നെ കോൺട്രാക്ട് ചെയ്യാനോ എന്ത് ചെയ്യരുത്? അലോ ചെയ്യരുത്. ആ ഒരു കേസിലാണ് ഇത് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ എന്ത് ചെയ്യുള്ളൂ? തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ഫ്രീലി എക്സ്പാൻഡ് ചെയ്യാനോ കോൺട്രാക്ട് ചെയ്യാനോ അലോ ചെയ്തിട്ടുള്ള ഒരു ബോഡിയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? തെർമൽ സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യില്ല. സോ ഇപ്പോൾ തെർമൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഒരു ബോഡിയുടെ ലെങ്ത് എല്ലാണ്. അതിൽ ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്നത് T ആണ്. തന്നെ അതിൻ്റെ യങ്സ് മോഡുലസ് E ആണ്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആൽഫയായിട്ട് എടുക്കുക. ദെൻ DL ആണ് ഇപ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് അല്ലെങ്കിൽ ഇലോങ്ങേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ റിലേഷൻ DL, അതായത് ഫ്രീ എക്സ്പാൻഷൻ വരുന്നത് DL = α × TL ആണ് വരിക. ഇപ്പോൾ α × ΔT L എന്ന് വരും, അല്ലെങ്കിൽ ε = α × ΔT എന്നൊക്കെ റിലേഷൻ വരും. ഓക്കെ, ഇത്രയുള്ള ഒരു ബോഡി എന്ത് ചെയ്തു? കൺസ്ട്രെയിൻഡ് ആണ്. ഫ്രീ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് ടു freely contract or elongate. Then if there is a rise or lower in the temperature of the body, then there will be a thermal stress is induced. സോ ഇപ്പോൾ അതിൻ്റെ റിലേഷൻ വരുന്നത് ε = അല്ലെങ്കിൽ സ്ട്രെയിൻ = α × ΔT ആണ്. or α is the thermal expansion coefficient. യൂണിറ്റ് വരുന്നത് 1/°C ആണ്. സോ ഇപ്പോൾ അതിനകത്ത് ആക്ച്വൽ എക്സ്പാൻഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ എന്താണ് സപ്പോർട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? yield ഉണ്ട്, അതായത് ഡെൽറ്റ വരുന്നുണ്ടെന്ന് വിചാരിക്കുക അതിനകത്ത്. സോ ഇപ്പോൾ എക്സ്പാൻഷൻ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ എത്രയായിരുന്നു? DL = α × ΔT L ആണ്. സോ അത് മൈനസ് നമുക്ക് ഇവിടെയുള്ള ഡെൽറ്റ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആക്ച്വൽ സ്ട്രെയിൻ = ആക്ച്വൽ എക്സ്പാൻഷൻ ബൈ ഒറിജിനൽ ലെങ്ത് എന്ന് കിട്ടും. സോ അത് ആക്ച്വൽ സ്ട്രെസ് = ആക്ച്വൽ സ്ട്രെയിൻ ഇൻറ്റു E എന്ന് വരും. സോ അപ്പോൾ α × ΔT മൈനസ് ഡെൽറ്റ ഡിവൈഡ് ബൈ L × E എന്ന് വരും. ഇതാണ് ആക്ച്വൽ സ്ട്രെസ് വരുന്നത്. ഇനി തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാർ. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ്. സോ ഇപ്പോൾ കോമ്പോസിറ്റ് ബാർസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് രണ്ട് മെമ്പേഴ്സ്, അതായത് കോമ്പോസിറ്റ് ബാർ കൺസിസ്റ്റിംഗ് ഓഫ് 2 മെമ്പേഴ്സ്, എ ബാർ ഓഫ് ബ്രാസ് ആൻഡ് അനദർ ഓഫ് സ്റ്റീൽ. അപ്പോൾ എന്താണ്? ഒരു ബ്രാസ് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കോമ്പോസിറ്റ് ബാർസ് കൺസിഡർ ചെയ്യാം. ലെറ്റ് ദ ബാർ ഹീറ്റഡ് ത്രൂ സെയിം ടെമ്പറേച്ചർ. ഇഫ് ദ മെമ്പേഴ്സ് ആർ ഫ്രീ ടു എക്സ്പാൻഡ് ദെൻ നോ സ്ട്രെസ് വിൽ ബി ഇൻഡ്യൂസ്ഡ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കൺസ്ട്രെയിൻഡ് അല്ല. അപ്പോൾ എന്ത് ചെയ്തു? അതിന് ഫ്രീലി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടെങ്കിലും അതിനകത്ത് എന്ത് ചെയ്യില്ല? സ്ട്രെസ് ഇൻഡ്യൂസ് ചെയ്യില്ല. അത് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, but the two members are rigidly fixed, hence now the composite bar as a whole will expand by same amount. സോ ഇപ്പോൾ എന്ത് ചെയ്തു? നമ്മളതിനെ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്തു? ഒരേപോലെ കൺസ്ട്രെയിൻ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടും
സെയിം amountലായിരിക്കും എന്ത് ചെയ്യുന്നത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ആസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഇസ് മോർ ദാൻ സ്റ്റീൽ ദ ബ്രാസ് വിൽ എക്സ്പാൻഡ് മോർ. അപ്പോൾ എന്താണ് ഇലോങ്ങേഷൻ വരുന്നത് ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി എല്ലാണ്. ടെമ്പറേച്ചർ സെയിം ആണ്, ലെങ്ത് സെയിം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ആൽഫയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൺട്രോളിങ് പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ആൽഫ ആർക്കാണോ കൂടുതൽ, തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആർക്കാണോ കൂടുതൽ, ആളായിരിക്കും എന്ത് ചെയ്യുന്നത് കൂടുതൽ ഇലോങ്ങേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കൺസ്ട്രെയിൻ ചെയ്തതുകൊണ്ട് എന്ത് സംഭവിക്കില്ല, ഇപ്പോൾ ഈ ഒരു ബ്രാസ് അതായത് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് കൂടുതലുള്ള ആൾ എന്ത് ചെയ്യില്ല, അധികം എക്സ്പാൻഡ് ചെയ്യില്ല. പകരം എന്ത് സംഭവിക്കും, ആ ഒരു എക്സ്പാൻഷൻ കുറഞ്ഞിട്ടുള്ള അതായത് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് കുറവുള്ള ആൾ എന്ത് ചെയ്യും, അത് എത്രയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത് അതിനേക്കാളും കുറച്ചധികം എക്സ്പാൻഡ് ചെയ്യും. അതാണ് ഇവിടുത്തെ കേസ്. പിന്നെ പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത് നോക്കാം. അപ്പോൾ എന്താണ് ബ്രാസ് അതായത് ആർക്കാണ് എക്സ്പാൻഷൻ കൂടുതലുള്ള അയാൾ എക്സ്പാൻഡ് ചെയ്യും, മറ്റാൾ എന്ത് ചെയ്യുക അത്ര എക്സ്പാൻഡ് ചെയ്യില്ല. സോ ഇപ്പോൾ രണ്ടും ഒന്നിച്ച് കൺസ്ട്രെയിൻ ചെയ്തിട്ടുള്ളത് കാരണം എന്ത് സംഭവിക്കും, ഇപ്പോൾ ആ ഒരു എക്സ്പാൻഷൻ കൂടുതൽ ആൾക്കുള്ള എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ടോട്ടൽ ബാർ എന്ത് സംഭവിക്കുക, ആർക്കാണോ കോഎഫിഷ്യൻ്റ് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് കുറവുള്ളത് അയാളേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അതായത് സ്ട്രെയിൻ വരുന്നത് അതായത് ഇലോങ്ങേഷൻ വരുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ദെൻ ടെമ്പറേച്ചർ സെയിം ആണ്. സോ ഇനി നമുക്ക് അവരുടെ റിലേഷൻ നോക്കാം. സോ ഇപ്പോൾ എ എന്ന് പറയുന്നത് അതായത് ബ്രാസിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ബി ആണ്. അതിനകത്തുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് സിഗ്മ ബി ആണ്. സ്ട്രെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ ബി ആണെന്ന് എടുക്കുക. ദെൻ ബ്രാസിൻ്റെ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആൽഫ ബി ആണ്. ദെൻ അതിൻ്റെ യങ്സ് മോഡുലസ് ഇ ബി ആണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം, സ്റ്റീലിന് എടുക്കുക. സോ ഇപ്പോൾ നൗ ദ ലോഡ് ഓൺ ദ ബ്രാസ് ഈക്വൽ ടു എന്തായിരിക്കും, ലോഡ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ ആയിരിക്കും. സോ സ്റ്റീലിൻ്റെ കേസിൽ അങ്ങനെ തന്നെ സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ ആയിരിക്കും. ദെൻ ഇപ്പോൾ ഈ ഒരു രണ്ടും ഒരേപോലെ കൺസ്ട്രെയിൻ ചെയ്ത കാരണം എന്തായിരിക്കും, ലോഡ് സെയിം ആണ്. സോ നമുക്ക് എന്ത് ചെയ്യുക, ലോഡ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് സിഗ്മ ബി ഇൻറ്റു എ ബി ഈക്വൽ ടു സിഗ്മ അതായത് സ്ട്രെസ് ഓഫ് സ്റ്റീൽ ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സ്റ്റീൽ ഓൾസോ വിൻ ദ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ദ സ്റ്റീൽ ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ്. സോ ഇപ്പോൾ ഇവിടെ എന്താണ് എക്സ്പാൻഷൻ അതായത് ഡി എൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, രണ്ടിനും സെയിം ആയിരിക്കും. ഇപ്പോൾ സ്റ്റീലിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു ദ ടെൻസൈൽ സ്ട്രെസ് ഇൻ ദ സ്റ്റീൽ. സോ ഇപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ വരുന്നത് ആൽഫ എസ് ടി എൽ ആയിരിക്കും. ദെൻ ടെൻസൈൽ സ്ട്രെസ് കാരണമുള്ള ഇലോങ്ങേഷൻ വരുന്നത് എന്തായിരിക്കും, എപ്സിലോൺ ബൈ സിഗ്മ ബൈ ഇ ഇൻറ്റു എൽ ആണ്. അതേപോലെ തന്നെ കോപ്പറിൻ്റെ എടുക്കുമ്പോൾ ഈ ഒരു കേസിൽ ഫ്രീ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ടി ഇൻറ്റു എൽ ആണ്. ദെൻ കോപ്പറിൻ്റെ കേസിൽ എന്താണ്, കോൺട്രാക്ഷനാണ് സംഭവിക്കുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്, ആർക്കാണോ കൂടുതൽ അതായത് ഇപ്പോൾ ബ്രാസിന് എന്താണ് തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് കൂടുതലാണ്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റീലിനേക്കാളും അധികം എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, പക്ഷേ ഇവിടെ സ്റ്റീലിന് കുറവായതുകൊണ്ട് കൺസ്ട്രെയിൻ ചെയ്തിട്ടുള്ളത് കാരണം എന്ത് സംഭവിക്കും, അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ ലീനിയർ എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് പ്രൊപ്പോർഷണലായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇലോങ്ങേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, അതിനകത്ത് അതിൻ്റെ ആക്ച്വൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രീ എക്സ്പാൻഷൻ മൈനസ് കോൺട്രാക്ഷൻ ഡ്യൂ ടു ദി കംപ്രസീവ് സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദി ബ്രാസ് ആയിരിക്കും. സോ ഇപ്പോൾ നമുക്ക് എന്താണ് ആൽഫ ബി ഇൻറ്റു ടി എൽ മൈനസ് സിഗ്മ ബി ബൈ ഇ ബി ഇൻറ്റു എൽ ആയിരിക്കും വരുന്നത്. സോ ഇപ്പോൾ നമുക്ക് ലോഡ് സെയിം ആണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇലോങ്ങേഷൻ സെയിം ആണ്. സോ അപ്പോൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും, ആൽഫ എസ് ഇൻറ്റു ടി പ്ലസ് സിഗ്മ എസ് ബൈ ഇ ഇസ് ഈക്വൽ ടു ആൽഫ എസ് ഇൻറ്റു ടി മൈനസ് സിഗ്മ ബി ബൈ ഇ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഇലോങ്ങേഷൻ ഓഫ് എ ബാർ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ വെയിറ്റ്. അപ്പോൾ എന്താണ്, ഒരു ബാറിന് സ്വന്തം വെയിറ്റ് കാരണമുള്ള ഇലോങ്ങേഷൻ. നമ്മളെന്താണ് നേരത്തേക്ക് ഇലോങ്ങേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ തെർമൽ സ്ട്രെസ് കാരണമുള്ള തെർമൽ എക്സ്പാൻഷൻ കണ്ടു. ദെൻ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ കാരണം കണ്ടു. ഇനി എന്താണ്, ഒരു ബോഡിയുടെ ഓൺ വെയിറ്റ് കാരണം.